وعلى آله وأصحابه الفائزين برضا الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أما بعد. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമുക്ക് STVയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ് ലബ്ബ ദാരിമിയുടെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ന്യൂസ്. STVയിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരാളാണ് ലബ്ബ ദാരിമി. STVയിലെ പല ഉസ്താദുമാരുമായും പലപ്പോഴും പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹം മുജാഹിദുകളുടെ ഔദ്യോഗിക സംവാദങ്ങളിലൊക്കെ മുജാഹിദ് നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരു വ്യക്തി ആണ് എന്ന നിലക്ക് അദ്ദേഹം നാരിയത്ത് സലാത്തിൽ ശിർക്കില്ല, അത് ഒരു സലാത്ത് എന്ന നിലക്ക് ബിദഅത്തല്ല എന്നിങ്ങനെയുള്ള മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പുതിയ നിലപാടുകളുമായി വന്നു എന്നറിയുന്നതിൽ നമുക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. മാത്രമല്ല, അത് അനസിനും അതേപോലെ കായക്കൊടിക്കുമെതിരെ ഒരു സംവാദത്തിലേക്ക് എത്തി എന്ന് പറയുന്നത് അതിനേക്കാൾ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായും നിയാസ് നേരത്തെ അതിന്റെ ക്ലിപ്പുണ്ട് എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലിപ്പുകളൊക്കെ റെഡിയായാൽ ആ ക്ലിപ്പുകളൊക്കെ കേൾപ്പിച്ച് നമുക്ക് അതിനെക്കുറിച്ച് നല്ല ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ലബ്ബ ദാരിമി പോലും ഈ ക്ലാസ് റൂമിൽ ഉണ്ടായിക്കൂടാന്നില്ല. നമ്മുടെ ഐഡികളത്തിന്റെ കണ്ടാൽ തീർച്ചയായും അഭിപ്രായ പ്രകടനങ്ങൾക്കും വിഷയങ്ങൾക്കും നമുക്ക് ലബ്ബ ദാരിമിയെ തന്നെ നമ്മുടെ ക്ലാസ് റൂമിലെ മൈക്കിലേക്ക് കൊണ്ടുവരാം. അതിരിക്കട്ടെ. അതോടൊപ്പം കേരളത്തിൽ ഇന്ന് മറ്റൊരു ചർച്ച കൂടി കേൾവിക്കാരൻ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല. ഇന്ന് പുതിയ ഒരു വിവാദം കൂടി നമ്മുടെ ചേളാരി കമ്പനി ഇറക്കിയിട്ടുണ്ട്. ഒരു കാന്തപുരം ഉസ്താദിന്റെ പതനം ഇങ്ങനെ സ്വപ്നം കണ്ട് കുറെ കാലമായി ഒരുപാട് ആളുകളുടെ ആയുസ് ആ വിഷയത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മൗലവിമാർ പല പാട്ടും പാടി കാന്തപുരം ഉസ്താദിന്റെ പതനം സ്വപ്നം കണ്ട് ഇങ്ങനെ യവനിയേക്കുള്ളിൽ മറഞ്ഞുപോയി. പക്ഷെ ഇതൊന്നും ഇതുവരെ എടുത്ത ഒരു പണിയും കാന്തപുരം ഉസ്താദിനെ അശേഷം പതനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതെല്ലാം അവഗണിച്ചും അതിജയിച്ചും കാന്തപുരം ഉസ്താദ് അജീയമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ചേളാരി വിഭാഗത്തിന് എപ്പോഴും ഒരു അവരെ ഇങ്ങനെ പിടികൂടിയ, അവർക്ക് നൈരാശ്യം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു വിവാദം. മോഡിയെ കാന്തപുരം ഉസ്താദ് പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ, BJP പുതിയ പ്രധാനമന്ത്രിയായി അവതരിപ്പിക്കുന്ന നരേന്ദ്രമോദിയെ കാന്തപുരം ഉസ്താദ് പിന്തുണക്കുന്നു എന്ന ഒരു വാർത്ത, ആ വാർത്ത വളരെ വൈകാരികമായി അവതരിപ്പിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാനാകുമോ അല്ലെങ്കിൽ ആരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്ന ഒരു വളരെ വിഫലമായ, വില കുറഞ്ഞ, ഒരിക്കലും ഇതുവരെ നടത്തിയ ചർച്ചകളുടെ അത്ര പോലും ക്ലച്ച് പിടിക്കാത്ത ഒരു വിവാദവുമായി നമ്മുടെ ചേളാരി വിഭാഗം വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ചേളാരി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത് കേൾക്കുന്നവരുണ്ടാകും. അതേപോലെ നമ്മുടെ ലബ്ബ ദാരിമിയുടെ ആളുകൾ ലബ്ബ ദാരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേൾക്കുന്നതുണ്ടാകും. ആർക്കും നമ്മുടെ ക്ലാസ് റൂമിൽ മൈക്കിലേക്ക് വരാം. നമുക്കറിയാം, വടകരയിലും ബേപ്പൂരിലും മുമ്പ് 2 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. അതിപ്പോഴൊന്നുമല്ല, നമ്മുടെ ബാബരി മസ്ജിദിന്റെ ആ പ്രശ്നമൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് വടകരയിലും ബേപ്പൂരിലും, ബേപ്പൂർ നിയോജക മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും, എനിക്കറിയാം അന്ന് ഞാനൊക്കെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറാണ്. അങ്ങനെ ഇപ്പോഴും വടകര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറാണ്. അന്ന് നമ്മളൊക്കെ അതിനെ വ്യക്തമായി നേരിടുകയും, അതെ, കോലി സഖ്യം എന്നറിയപ്പെട്ട അന്നത്തെ ആ സഖ്യം, അതൊക്കെ പരിചയമുള്ള കേരളീയ സമൂഹത്തോട് ഒരു പ്രസ്താവന തികച്ചും ഒരു പത്രത്തിന് ലിഖിതമായി നടത്തിയ, ഒരു പത്രവുമായി നടത്തിയ, കേരള ശബ്ദവുമായി നടത്തിയ അഭിമുഖത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തെ ദുർവ്യാഖ്യാനം ചെയ്തും ആ വിഷയത്തെ തെറ്റിദ്ധരിപ്പിച്ചും കേരള ശബ്ദം കാണാത്ത ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്ന്
ഒരു വിഫല ശ്രമം നടത്തിയിട്ടും നമ്മുടെ ചേളാരി വിഭാഗം കാന്തപുരം ഉസ്താദിനെതിരെ രംഗത്ത് വന്നിരിക്കുക. ഏതായിരുന്നാലും എല്ലാം ഒന്നിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ആദർശം, നമ്മുടെ നേതൃത്വം എല്ലാം അജയ്യമാണ്. ആ അജയ്യമായ നേതൃത്വത്തിന്റെയും ആദർശത്തിന്റെയും അജയ്യത ഒന്നുകൂടി വ്യക്തമാകുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാ സംഭവങ്ങളും കലാശിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നേതൃത്വം ആ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും വിധേയമായിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമ്മുടെ ക്ലാസ് റൂമുകൾക്ക് കൂടുതൽ ഇസ്സത്ത് നൽകി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ലബ്ബാദാരിനിയെ പോലെയുള്ള ആളുകളെ പലപ്പോഴും നമ്മൾ കയ്യോടെ പിടികൂടി നമ്മുടെ ക്ലാസ് റൂമിൽ കൊണ്ടുവരികയും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാനുള്ള ശ്രമം എന്ന നിലക്ക്, അതേപോലെ അദ്ദേഹത്തിന്റെ സമാന മനസ്കരെയും എത്തിക്കാനുള്ള ശ്രമം എന്ന നിലക്ക് പലപ്പോഴും നമ്മുടെ സമയങ്ങൾ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഏതായിരുന്നാലും ചോദ്യകർത്താക്കൾ പലരും ക്ലാസ് റൂമിലുണ്ട് എന്നാണ് എന്റെ ധാരണ. ഇസ്ലാമി കള്ളത്തരീക്കത്ത് ഏതെങ്കിലും ഗ്രൂപ്പുകാർക്കോ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട പ്രാസ്ഥാനിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ രൂപത്തിൽ മൈക്കിലേക്ക് വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്ന് രണ്ട് നിബന്ധനകൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. മാന്യത കൈവിടാതെ ചോദിക്കണം, കളവ് പറയാതെ ചോദിക്കണം, കബളിപ്പിക്കാതെ ചോദിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ നിബന്ധന. പക്ഷെ പുത്തൻവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളവ്, കബളിപ്പിക്കൽ, പരിഹാസം ഈ മൂന്നിലൊരു വസ്തുവിന്റെ അല്ലെങ്കിൽ മൂന്നും കൂടിയ അല്ലെങ്കിൽ മൂന്നിൽ രണ്ടിന്റെയെങ്കിലും ചേരുവയില്ലാതെ അവർക്ക് ചോദിക്കാനോ ആശയങ്ങൾ അവതരിപ്പിക്കാനോ കഴിയില്ല. അങ്ങനെ കഴിയുമെന്ന് ആർക്കെങ്കിലും അവകാശവാദമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പുത്തൻവാദികളായ ആളുകൾക്കും രംഗത്ത് വരാം. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളെയും നിങ്ങൾ ഏതാ വിഭാഗം, ഞങ്ങൾ താജുൽ ഉലമ ഉള്ളാദങ്ങളെയും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയും അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ നേതൃത്വത്തെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെ ആ സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനെതിരെ വരുന്ന ഏത് വിഷയങ്ങളെയും ഇൻഷാ അല്ലാഹ് നമ്മൾ കൈകാര്യം ചെയ്യും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ നമ്മൾ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകും. പയ്യോളി സാർ റിസാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. പയ്യോളി സാർ മൈക്കിലേക്ക് വരിക. അതുപോലെ നമ്മുടെ ക്ലിപ്പ് ഇന്നലെ സംവാദത്തിന്റെ ക്ലിപ്പുകളുള്ളവരുണ്ടെങ്കിൽ അവരും മൈക്കിലേക്ക് വരിക. അതോടൊപ്പം ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും റിസാർട്ട് ചെയ്ത് മുകളിലേക്ക് വരിക. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ജാറങ്കണ്ടിയും പയ്യോളി സാർ റിസാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മൈക്കിലേക്ക് വരട്ടെ. എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ പയ്യോളി ഉസ്താദ് മൈക്കെടുക്കുമെന്ന് കരുതിയിട്ട് മൈക്കെടുക്കാതിരുന്നാണ്. പയ്യോളി ഉസ്താദിന് മൈക്ക് കിട്ടുന്നില്ല എന്നാ തോന്നുന്നത്. എന്താണെന്നറിയില്ല. ഏതായാലും ഇന്നലെ വളരെ രസകരമായ ഒരടി നടന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് ഞാനും ഫുള്ളായിട്ട് കേട്ടിട്ടൊന്നുമില്ല. ഏതായാലും അതിന്റെ ഒരു ചെറിയ പയ്യോളി ഉസ്താദ് കേൾക്കുന്നുണ്ടെ മൈക്കിലേക്ക് വന്നോളൂ. ഉസ്താദ് പയ്യോളി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് റൈസാൻഡ് ചെയ്തോളൂ. അത് വേണമെങ്കിൽ ഞാനൊരു സാമ്പിൾ അതിന്റെ ഒരു തുടക്കം കുറഞ്ഞ ഭാഗം, ഞാൻ ഫുള്ളായിട്ട് കേട്ടിട്ടില്ല, ആ കുറഞ്ഞ ഭാഗം ഒന്ന് കേൾപ്പിക്കുക തൽക്കാലം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം പോലെ വേണമെങ്കിൽ നമുക്ക് ആവശ്യം പോലെ ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം അതൊന്ന് പ്ലേ ചെയ്യുന്നു. സ്വലാത്തുൻ നാരിയ ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങൾ പറയുന്നു സ്വലാത്തുൻ നാരിയ ശിർക്കാണ്. ഞാൻ പറയുന്നു അത് ശിർക്ക് അല്ല എന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ പോയി നിന്നുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുക്കൽ ആണ് പടച്ചവനെ ഞാൻ നിൽക്കുന്നത്, നിന്റെ പ്രവാചകന്റെ ഖബറിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത് എന്നൊരാൾ വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് ശിർക്കല്ല എന്ന് ഞാൻ വാദിക്കുന്നു. അത് ശിർക്കാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഫത്ഹുൽ ബാരി പോലെയുള്ള കിതാബുകളിൽ, ധാരാളം കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഇസ്തസ്തിനി ഉമ്മത്തിക്ക എന്ന അസർ ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നു. അത് ശിർക്ക് അല്ല എന്ന് ഞാൻ പറയുന്നു. ഒന്നുകൂടെ എഴുതിക്കോളൂ. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒക്കെ വന്ന സ്വഹീഹായ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകളോ ദിക്റുകളോ
പ്രായപൂർത്തി ആകാത്ത കുട്ടികൾക്ക് കെട്ടിയാൽ അത് ശിർക്ക് അല്ല എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. സ്വഹാബത്തിന്റെ ഇടയിൽ ഭിന്നാഭിപ്രായമുള്ള വിഷയമാണ്. അത് അനുവദനീയമാണെന്നും അല്ലെന്നും സ്വഹാബത്തിന്റെ ഇടയിൽ പോലും ചർച്ചയുള്ള അഭിപ്രായ ഭിന്നതയുള്ള കാര്യമാണ്. അതും ചർച്ച ചെയ്യാൻ എഴുതിക്കോളൂ, കുഴപ്പമില്ല. അത് സ്വഹാബത്തിന്റെ ഇടയിലുള്ള അതേ ഭിന്നാഭിപ്രായങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതും ചർച്ചയ്ക്ക് വെച്ചോളൂ, കുഴപ്പമില്ല. അതായത് ഒന്നുകൂടി ആവർത്തിച്ചൊന്ന് കേൾക്കാം. ഞാൻ ആ ഭാഗം മാത്രം ഒന്നുകൂടി ആവർത്തിച്ച് കേൾപ്പിക്കുന്നു. ലബ്ബാദാരിമയാണ്, ആരാണ് ബേജാറൊന്നും വേണ്ട, ലബ്ബാദാരിമയാണ് ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗം തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കാം. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ബാക്കി ഭാഗങ്ങൾ അതിന്റെ സൗകര്യം പോലെ. ഞാനത് ഫുള്ള് കേൾക്കാത്തത് കൊണ്ടാണ് ഞാനത് പൂർണ്ണമായിട്ടും പ്ലേ ചെയ്യാത്തത്. ഞാനത് കേട്ടൊരു ഭാഗം, അതിന്റെ ഒരു പ്രസക്തമായ ഒരു ഭാഗം എന്ന് തോന്നിയ ഭാഗം മാത്രം ഞാനൊന്ന് പ്ലേ ചെയ്തതാണ്. ഒന്നുകൂടി കേൾക്കാം. സാധാരണ സ്വലാത്തുകളിൽ ഒരു സ്വലാത്താണ് എന്നതാണ് നിങ്ങളുടെ വാദം. ഒന്ന്. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുക്കൽ പോയി യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിരി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന് വിളിച്ചാലും അതിൽ ശിർക്കില്ല. ആ അഫർ വഴി ഒരു ശിർക്കും സ്ഥാപിക്കാൻ സാധ്യം അല്ല. ആ വിശ്വാസം വെച്ചാലും ശിർക്കല്ല. മാത്രമല്ല മരിച്ചവർ കേട്ടുത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഖബറിന്റെ അടുക്കൽ രണ്ടും ചേർത്തിരിക്കും, കുഴപ്പമില്ല. ഈ രണ്ട് വിഷയത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വ്യവസ്ഥ എഴുതാവുന്നതാണ്. വാദങ്ങൾ എഴുതിക്കും. സ്വലാത്തുൻ നാരിയ ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങൾ പറയുന്നു സ്വലാത്തുൻ നാരിയ ശിർക്കാണ്. ഞാൻ പറയുന്നു അത് ശിർക്ക് അല്ല എന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ പോയി നിന്നുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുക്കൽ ആണ് പടച്ചവനെ ഞാൻ നിൽക്കുന്നത്, നിന്റെ പ്രവാചകന്റെ ഖബറിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത് എന്നൊരാൾ വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് ശിർക്കല്ല എന്ന് ഞാൻ വാദിക്കുന്നു, അത് ശിർക്കാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഫത്ഹുൽ ബാരി പോലെയുള്ള കിതാബുകളിൽ, ധാരാളം കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഇസ്തസ്ഖിരി ഉമ്മത്തിക എന്ന അസർ ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നു, അത് ശിർക്ക് അല്ല എന്ന് ഞാൻ പറയുന്നു. ഒന്നുകൂടെ എഴുതിക്കോളൂ. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒക്കെ വന്ന സ്വഹീഹായ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകളോ ദിക്റുകളോ പ്രായപൂർത്തി ആകാത്ത കുട്ടികൾക്ക് കെട്ടിയാൽ അത് ശിർക്ക് അല്ല എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. സ്വഹാബത്തിന്റെ ഇടയിൽ ഭിന്നാഭിപ്രായമുള്ള വിഷയമാണ്. അത് അനുവദനീയമാണെന്നും അല്ലെന്നും സ്വഹാബത്തിന്റെ ഇടയിൽ പോലും ചർച്ചയുള്ള അഭിപ്രായ ഭിന്നതയുള്ള കാര്യമാണ്. അതും ചർച്ച ചെയ്യാൻ എഴുതിക്കോളൂ, കുഴപ്പമില്ല. അത് സ്വഹാബത്തിന്റെ ഇടയിലുള്ള അതേ ഭിന്നാഭിപ്രായങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതും ചർച്ചയ്ക്ക് വെച്ചോളൂ, കുഴപ്പമില്ല. അതായത് ഹീറാവൻ നിങ്ങളെ പറഞ്ഞത് മോശാട്ടോ. നാണമില്ല വഹാബികളെ തന്നെ, അവർക്ക് നാണം തന്നെ സംഗതി ഇല്ലാത്തതാണ്. പിന്നെ ഏതായാലും ഇൻഷാ അല്ലാഹ് പയ്യ ഉസ്താദ് മൈക്കെടുക്കും. അതിനുശേഷം അതിന് പ്രധാനപ്പെട്ട പ്രസക്തമായ ഭാഗങ്ങൾ ഉസ്താദ് പറയുന്ന സാധനങ്ങൾ ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. പിന്നെ ഞാനത് പൂർണ്ണമായിട്ട് കേട്ടില്ല, അതുകൊണ്ട് പയ്യ ഉസ്താദ് കൂടുതൽ അത് കേട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും പയ്യ ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് ജാറങ്കണ്ടി, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. നല്ല രസമുള്ള പരിപാടിയാണെന്നാ കേട്ടത്. ചിരിക്കാൻ മാത്രം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും കേട്ടത് തന്നെ അൽഹംദുലില്ലാഹ് ധാരാളം. ഏതായാലും ഇവിടെ ലബ്ബാ മൗലവി, കേൾവിക്കാർ ഉസ്താദ് ഉണ്ടല്ലോ, ലബ്ബാ മൗലവി ഇവിടെ പറഞ്ഞെന്താ, അള്ളാന്റെ റസൂലിന്റെ തിരുഹലറത്ത് എന്ന് പറഞ്ഞ ആചാരത്തിന്റെ അടുക്കൽ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എങ്ങനെ? അള്ളാഹുവേ, തിരു റസൂലിന്റെ ഹലറത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന രൂപത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മൂപ്പര് രേഖ പറഞ്ഞെന്താ? അതെ, ഇസ്തസ്ഖിരി ഉമ്മത്തിക യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിരി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. അള്ളാഹിനോടാ പ്രാർത്ഥന. യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഇസ്തസ്ഖിരി ഉമ്മത്തിക, ഇസ്തസ്ഖിരി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി ഒന്ന് മഴയെ തേടിയാലും എന്ന് റസൂലുള്ളാഹിനോടുള്ള തേട്ട എങ്ങനെയാ മൗലവി അള്ളാഹിനോടുള്ള തേട്ടായത്? അതിങ്ങനെ പറയണല്ലോ. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ഇയാള് പറയാണ് ഇസ്തസ്ഖിരി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. എഴുതിക്കോളൂ.
ഇങ്ങനെ എഴുതിക്കോളൂ. അതിന് മൂപ്പര് അവിടെ ഒരു വളച്ചെടി നടത്താൻ ശ്രമിക്കുകയാണ്. അത് റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അള്ളഹാനോട് ചോദിക്കലാണ്. അള്ളഹാനോടാ ചോദിച്ചത് യാ റസൂലല്ലാ എന്ന് പറഞ്ഞ റസൂലുള്ള അല്ല യാ റസൂലല്ലാ എന്നാ വിളിച്ചത്. അള്ളാന്റെ റസൂലേ ഇസ്തസ്ഖി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴയെ തേടിയാലും നബിയെ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി ഒന്ന് മഴയെ തേടണേ നബിയെ. ഇത് ശിർക്കല്ല എന്നാണ് ലബ്ബ പറയുന്നത്. എഴുതിക്കോളൂൻ. എന്നാ പറഞ്ഞു കൊടുക്കേണ്ട ആരോടാണ് ഇത് പറയേണ്ടത്? കാരണം മുജാഹിദ് നേതാക്കന്മാർ ഇക്കാലയളവിൽ ഇതുവരേക്കും പറഞ്ഞതെന്താ? അത് ശിർക്കാണ് എന്നാ അല്ലേ? ഇബ്നു ബാസ് ഫത്ഹുൽ ബാരിക്ക് തഅലീഖാത്ത് എഴുതി ഈ അസറിന് ബാസ് പറഞ്ഞു, ഒരു മിനിറ്റ്, ഹാദൽ അസറു, ഈ അസറ് അലാ ഫർളി സിഹ്ഹതിഹി, സഹീഹാണെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ലൈസ ബിഹുജ്ജത്തിൻ അലാ ജവാസിൽ ഇസ്തിസ്ഖാഇ ബിന്നബിയ്യി ബഅദ വഫാത്തിഹി, നബിയോട് വഫാത്തിന് ശേഷം ഇസ്തിസ്ഖാ മഴയെ തേടൽ ജായിസാണെന്നതിനുള്ള രേഖയല്ല. കാരണം ലിഅന്ന സായില മജ്ഹൂലൻ, ഈ ചോദ്യകർത്താവ് ആരാണെന്ന് അറിയപ്പെട്ടിട്ടില്ല. വലി അന്ന അമല സ്വഹാബ അലാ ഖിലാഫിഹി, സഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന് എതിരാണ് താനും. വഹും അഅലമുൻ നാസി ബിശ്ശർഇ, അവർക്കാണ് ശർഅ് നന്നായിട്ട് മനസ്സിലാവുക. വലം യഅതി അഹദും മിൻഹും ഇലാ ഖബരിഹി യസ്അലുഹു സുഖിയ, ആ സഹാബത്തിൽ നിന്ന് ഒരാളും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ടില്ല. ഏത് മഴയെ തേടി വന്നിട്ടില്ല. വലാ ഗൈരിഹ, സുഖിയ മാത്രമല്ല, മഴയെ തേടി മാത്രമല്ല, മറ്റൊന്നും തേടി വന്നിട്ടില്ല. ബൽ അദല ഉമറു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു അത് ചെയ്യാതെ ലമ്മാ വഖഅൽ ജദ്ബു ഇലൽ ഇസ്തിസ്ഖാഇ ബിൽ അബ്ബാസി, വഫാത്തായ നബിയോട് മഴയെ തേടാതെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് മഴയെ തേടുകയാണ് ചെയ്തത്. വലം യുൻകർ അലൈഹി ദാലിക അഹദും മിനസ് സഹാബ, ഒരു സഹാബത്തും അതിനെ എന്ത് ചെയ്തിട്ടില്ല, ഇൻകാർ ചെയ്തിട്ടും ഇല്ല. ഫഉലിമ, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന ദാലിക ഹുവൽ ഹഖ്, അതാണ് ഹഖായ പ്രവർത്തനം എന്നാണ്. വ അന്ന മാ ഫഅലഹു ഹാദർ റജുലു മുൻകറുൻ വ വസീലത്തുൻ ഇല ശിർക്കി. കണ്ടില്ലേ, ഇബ്നു ബാസ് പറഞ്ഞതാണ് ഈ പ്രവർത്തനം മുങ്കറും, ഈ സഹാബത്തിന്റെ ഈ പ്രവർത്തനം അത് മുങ്കറാണ്, എതിർക്കപ്പെടേണ്ടതും നിഷേധിക്കപ്പെടേണ്ടതുമാണ്. വസീലത്തുൻ ഇല ശിർക്കി, ശിർക്കിലേക്ക് നയിക്കുന്നതും ആണ്. ബൽ ഖദ് ജഅലഹു ബഅ്ലു അഹ്ലിൽ ഇൽമി മിൻ അൻവാഇ ശിർക്കി, ചില പണ്ഡിതന്മാരൊക്കെ അതിനെ ശിർക്കായിട്ട് തന്നെ എണ്ണിയിട്ടുണ്ട്. ഈ ചില പണ്ഡിതന്മാർ മൂപ്പര് പച്ച പൊള്ളു പറഞ്ഞതാ, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പക്ഷെ മുജാഹിദീങ്ങളുടെ ഇക്കാലഘട്ടം വരെയുള്ള ആശയം ഇബ്നു ബാസ് പറഞ്ഞ ഈ തിയറിയാണ്. എന്നാൽ ലബ്ബാദാരിമി മാറിയിട്ടുണ്ട്. ലബ്ബയുടെ അടുക്കലേക്ക് വന്നിട്ട് യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്നാണ് ലബ്ബ മൗലവി പറയുന്നത്. നമുക്ക് ചോദിക്കാനുള്ളത് സക്കരിയാനോടാണ്. നമുക്കിവിടെ ചോദിക്കാനുള്ളത്, എന്റെ ശബ്ദം കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? എന്റെ ശബ്ദം കേൾക്കുന്നില്ല? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതൊക്കെ ടൈപ്പ് ഉണ്ടോ? നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെ സക്കരിയാനോടാണ്. സക്കരിയാന്റെ നേതാവാണ്, സക്കരിയ വിഭാഗത്തിന്റെ നേതാവാണ് ലംബ. സക്കരിയ ഈ വിഷയത്തിൽ ലബ്ബയോട് കൂടെയുണ്ടോ, അതോ ലബ്ബ മാത്രമേ ഉള്ളൂ? ലബ്ബ മാത്രാണോ, അതോ സക്കരിയയും ഫൈസലും ഈ വിഷയത്തിൽ കൂടെയുണ്ടോ? ഞങ്ങൾക്ക് അതാണ് അറിയേണ്ടത്. കാരണം അള്ളാന്റെ റസൂലിന്റെ തിരുഹലറത്തിലേക്ക് വന്ന് യാ റസൂലല്ലാഹ്, വഫാത്തായ നബിയുടെ ഖബറുകൾ വന്നിട്ട് ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു, 20ഓളം മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ പോയി, അല്ലെങ്കിൽ എന്നെ പോലെ ഏതെങ്കിലും ഒരു മുസ്ലിം പോയി സഹായം തേടിയാൽ നബിയെ മഴ വേണമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുമോ ഇല്ലയോ? നമുക്കതാണ് അറിയേണ്ടത്. സക്കരിയ യോജിക്കുന്നുണ്ടോ, ഫൈസൽ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സക്കരിയാക്കളിലുള്ള മറ്റ് നേതാക്കന്മാരെല്ലാം ഇവിഷയത്തിൽ ലബ്ബയോട് കൂടെയുണ്ടോ? ലബ്ബ ഏതായാലും ഇബ്നു ബാസിനെ തള്ളിയിട്ടുണ്ട്. ഇതുവരെ ഇബ്നു ബാസിന്റെ കൂടെയായിരുന്നു ആര്? ഗൾഫ് സലഫിയുടെ കൂടെയായിരുന്നു സക്കരിയ ഈ വിഷയത്തിലൊക്കെ.
സക്കരിയ ഇന്നിതുവരെയുള്ള വിഷയങ്ങളിലൊക്കെ ഗൾഫ് സലഫികളോട് കൂടെയായിരുന്നു. അഥവാ ആലി ഷെയ്ഖ് പറഞ്ഞു, ഇബ്നു ബാസ് പറഞ്ഞു, ഇബ്നു തീമിയ പറഞ്ഞു എന്നും പറഞ്ഞായിരുന്നു നടന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ വിഷയത്തിൽ ലബ്ബയെ സക്കരിയ തള്ളുന്നുണ്ടോ, ഗൾഫ് സലഫികളെ കൊള്ളുന്നുണ്ടോ? ഞങ്ങൾക്കും അറിയണം. കാരണം സക്കരിയ ഗ്രൂപ്പ് ഒരു 4 കഷ്ണാക്കി ചതറണം. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഈ വിഷയത്തിൽ ലബ്ബയോട് കൂടെ ആരൊക്കെ നിൽക്കുന്നുണ്ട്, സക്കരിയാക്കളിൽ ആരൊക്കെയാണ് ലബ്ബാദാരിമിയോട് കൂടെ ഉള്ളത്, അതൊന്ന് വ്യക്തമായിട്ട് കിട്ടണം. ഇനി ആരെടുത്ത് അതിന്റെ ബാക്കി ക്ലിപ്പുള്ള ഉസ്താദ്മാരൊക്കെ പ്രതികരിക്കും. അള്ളാഹു താല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തായാലും പിന്നെ നമ്മുടെ ലബ്ബാ മൗലവിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, യാ റസൂലല്ലാഹി ഇസ്തസ്ഖി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ എന്നത് തെറ്റല്ല. യഥാർത്ഥത്തിൽ ആ പക്ഷത്താണ് സക്കരിയ നിൽക്കേണ്ടത്. കാരണം 5 or 6 മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തു, പണ്ഡിതന്മാര് ഒന്നും അതിനെ എന്ത് ചെയ്തില്ല, വിമർശിച്ചിട്ടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് യാ ഇബാദല്ലാഹി അഈനൂനി എന്നാൽ ശിർക്കല്ല എന്ന് പറഞ്ഞ് സക്കരിയാക്ക് ഈ വിഭാഗത്തിൽ തന്നെ നിൽക്കണം. കാരണം 20ഓളം മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഇത്. യാ റസൂലല്ലാഹി ഇസ്തസ്ഖി ഉമ്മത്തിക 20ഓളം മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ ഇബ്നു ബാസ് അല്ലാത്ത ലോകത്തുള്ള ഒരൊറ്റ ഇമാമും ഒരൊറ്റ പണ്ഡിതനും അതിന് വിമർശിച്ചിട്ടും ഇല്ല. അവിഷയത്തിൽ സക്കരിയാന്റെ ആ തിയറി, ആ ഉസൂല് വെച്ച് നോക്കിയാൽ ലബ്ബയോട് കൂടെ നിൽക്കണം. പക്ഷേ ഇബ്നു ബാസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് എതിരെ പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് സലഫികൾ അതിന് എതിരാണ്. അപ്പോ കാത്തിരുന്ന് കാണണം സക്കരിയയും ഫൈസലും ഒക്കെ ഏത് ഭാഗത്താ നിൽക്കുക എന്നുള്ളത്. അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ നന്നാകുമായിരുന്നു. അള്ളാഹു താല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അതിനടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ സുഹൃത്തുക്കൾ ക്ലിപ്പുകളുമായിട്ട് വന്നാൽ നന്നാകുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിനടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ സുഹൃത്തുക്കൾ ക്ലിപ്പുകളുമായിട്ട് വന്നാൽ നന്നാകുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുക്കൽ പോയി യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന് വിളിച്ചാലും അതിൽ ശിർക്കില്ല. ആ അഫർ വഴി ഒരു ശിർക്കും സ്ഥാപിക്കാൻ സാധ്യം അല്ല. ആ വിശ്വാസം വെച്ചാലും ശിർക്കല്ല. മാത്രമല്ല, മരിച്ചവർ കേട്ടുത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടെ കബറിനടുക്കൽ പോയോ അല്ലാതെയോ ചോദിച്ചാൽ, ഇപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, കബറിനടുക്കൽ പോയിട്ടായിക്കോട്ടെ, കബറിനടുക്കൽ പോയി ചോദിച്ചാൽ അതും എന്തല്ല, ശിർക്കല്ല. ഇത് രണ്ടും ചേർത്തിരിക്കും, കുഴപ്പമില്ല. ഈ 2 വിഷയത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വ്യവസ്ഥ എഴുതാവുന്നതാണ്. വാദങ്ങൾ എഴുതിക്കും. സ്വലാത്തുൻ നാരിയ ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങൾ പറയുന്നു സ്വലാത്തുൻ നാരിയ ശിർക്കാണ്. ഞാൻ പറയുന്നു അത് ശിർക്ക് അല്ല എന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ പോയി നിന്നുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുക്കൽ ആണ് പടച്ചവനെ ഞാൻ നിൽക്കുന്നത്, നിന്റെ പ്രവാചകന്റെ ഖബറിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത് എന്നൊരാൾ വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് ശിർക്കല്ല എന്ന് ഞാൻ വാദിക്കുന്നു, അത് ശിർക്കാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഫത്ഹുൽ ബാരി പോലെയുള്ള കിതാബുകളിൽ, ധാരാളം കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഇസ്തസ്ഖി ഉമ്മത്തിക എന്ന അസർ ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നു, അത് ശിർക്ക് അല്ല എന്ന് ഞാൻ പറയുന്നു. ഒന്നുകൂടെ എഴുതിക്കോളൂ. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒക്കെ വന്ന സഹീഹായ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകളോ ദിക്റുകളോ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കെട്ടിയാൽ അത് ശിർക്ക് അല്ല എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. സ്വഹാബത്തിന്റെ ഇടയിൽ ഭിന്നാഭിപ്രായമുള്ള വിഷയമാണ്. അത് അനുവദനീയമാണെന്നും അല്ലെന്നും സ്വഹാബത്തിന്റെ ഇടയിൽ പോലും പിന്നെ ചർച്ചയുള്ള അഭിപ്രായ ഭിന്നതയുള്ള കാര്യമാണ്. അതും ചർച്ച ചെയ്യാൻ എഴുതിക്കോളൂ, കുഴപ്പമില്ല. അത് സ്വഹാബത്തിന്റെ ഇടയിലുള്ള അതേ ഭിന്നാഭിപ്രായങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതും ചർച്ചയ്ക്ക് വെച്ചോളൂ, കുഴപ്പമില്ല. അതായത് ഇപ്പോ വീണ്ടും ഉറുക്ക് അദ്ദേഹം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് വാദം ക്ലിയർ ആകും. നേരത്തെ നമ്മൾ വാദം ക്ലിയർ ആക്കിയത് പോലെ വാദം ക്ലിയർ ആക്കാം. നമുക്ക് 2 വാദം ഇവിടെ ക്ലിയർ ആയല്ലോ. ആ ക്ലിയർ ആക്കാം. ഒന്നാമത്, നാരിയ സ്വലാത്തിൽ എന്തില്ല, ശിർക്കില്ല. പ്രത്യേകമായി എണ്ണമോ വണ്ണമോ കണക്കാക്കാതെ ചൊല്ലിയാൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞ സാധാരണ സ്വലാത്തിലെ നാരിയ സ്വലാത്തും പെടുകയുള്ളൂ. ഇതാണ് ലബ്ബി ഉസ്താദിന്റെ ഒന്നാമത്തെ വാദം. ക്ലിയർ ആയി? അല്ല, ശിർക്കോ ശിർക്കല്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾ പറയുന്നു അല്ലല്ല, ഇത് പറയട്ടെ, ലബ്ബി ഉസ്താദ് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്.
ഉസ്താദ് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. നിങ്ങൾ പറയൂ. ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ സംവാദം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തയ്യാറുണ്ടോ ഇല്ലയോ? ഓക്കെ ഉസ്താദ്. ഇല്ലില്ല, ആവശ്യമില്ലാതെ വിഷയങ്ങൾ വീട്ടിക്കൊണ്ട് പ്രയോജനം ആവശ്യമായ ചർച്ചകൾ വീട്ടിക്കൊണ്ടുപോവുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല പണികളും ജോലികളും മനുഷ്യന്മാർക്കുള്ളതാ. ഞാനിവിടെ വിളിച്ചുകൊണ്ടുവന്ന അല്ലെങ്കിൽ ഞാൻ വിളിക്കാതെ വന്ന ആളുകൾക്ക് ഒരുപാട് ജോലികളുണ്ട്. നിങ്ങൾ പക്ഷേ ഇതിനു വേണ്ടി മാത്രം ജനങ്ങളുടെ മുന്നിൽ ഇത്തരം വിഷയങ്ങൾ വലിച്ചു വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമുദായത്തിൽ അലങ്കോലങ്ങളും എല്ലാ അഭിപ്രായ ഭിന്നതകളും സൃഷ്ടിച്ച് ആകെ പ്രശ്നമാക്കാൻ നടക്കുന്നവരാണ് ഞങ്ങൾ. അതിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും ഒരു കാര്യമുണ്ട്, മുജാഹിദ് മൗലവിമാര് നാരിയത്തു സ്വലാത്തിൽ ചെറുക്കുണ്ടോ ഇല്ലയോന്ന് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് 100 കഴിഞ്ഞു എന്നാ ഓല് തന്നെ പറയണ്. ഞങ്ങളിപ്പോ 100 വന്നിട്ട് ഇപ്പോഴും തർക്കം എന്തിന് നാരിയത്തു സ്വലാത്തിൽ ചെറുക്കുണ്ടോ ഇല്ലയോന്ന്. ചങ്ങായിമാര് ഉളുപ്പുണ്ടോ നിങ്ങളോട് ചോദിക്കാൻ വകുപ്പില്ല. കാരണം നിങ്ങളെ വളപ്പ് കൂടെ പോയിട്ടില്ല. കാരണം ജനമാലോകരോട് പറയുമ്പോ ഒന്ന് ചിന്തിക്കണ്ടേ. ഇക്കാലഘട്ടത്തിൽ നിങ്ങൾ ഇത്രയും കാലം നാടായ നാട് മുഴുവൻ നാരിയത്ത് സലാത്ത് ഷിർക്കാണ്, നാരിയ സലാത്ത് നരകത്തിലുള്ള സലാത്ത് എന്നൊക്കെ ഉളുപ്പില്ലാതെ പറഞ്ഞു അറിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ നൂറ്റാണ്ടായിട്ടില്ല, അത് വേറെ വിഷയം, അത് നുണയാണ്. ഏതായാലും അപ്പറഞ്ഞ നൂറ്റാണ്ടും കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യാണ് നാരിയത്ത് സലാത്തിൽ ഷിർക്കുണ്ടോന്ന്. മാനക്കേടില്ലേ ചങ്ങാതിമാരെ? പിരിച്ചു വിട്ടൂടെ നിങ്ങൾക്ക് ആ സാധനം? ഇനി ആ ചർച്ചയായിട്ട് വരുമ്പോ ഇല്ലേ പിരിച്ചു വിട്ടൂടെ? പിന്നെ അതിന്റെ ഇടയ്ക്ക് മൂപ്പര് പറയാ പണ്ഡിതന്മാർക്കിടയിൽ പിന്നെ തർക്ക വിഷയാണ്, സഹാബത്തിന്റെ ഇടയിൽ പോലും തർക്ക വിഷയാണ്. ഏത് ഹദീസിൽ വന്നിരിക്കുന്ന ദിക്റുകളൊക്കെ എഴുതി കെട്ടാൻ പറ്റൂലേ? സഹാബത്തിന്റെ ഇടയിൽ ഏത് സഹാബി എതിരഭിപ്രായം പറഞ്ഞ് ചെയ്യാൻ പറ്റൂല? അല്ല, ആ സഹാബിനൊന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഏത് സഹാബിയാണ് ഹദീസിൽ വന്നിരിക്കുന്ന അധികാരികൾ എഴുതി കെട്ടിയാ പറ്റൂല എന്ന് പറഞ്ഞ സഹാബി ആരാ? ലംബാദാരിമി പറയാ ആ ഈ സഹാബത്തിന്റെ ഇടയിൽ എതിരഭിപ്രായം ഉണ്ടെന്ന് മണ്ണാങ്കട്ടയാണല്ലേ. നോണ പറയുമ്പോ കുറെ ആലോചിക്കണം. നോണ പറയുന്ന ബടായി ബുഡിയെന്നെ ബ്ലണ്ടർ അടിക്കന്നെ. കാരണം ആനസിന് ചോദിക്കൂലാന്ന് മൂപ്പർക്ക് ഉറപ്പാ. കാരണം ആനസിന് വിവരം കുറവാ. അതുകൊണ്ട് തന്നെ ആനസ് അത് ചോദിക്കൂല. അതുകൊണ്ട് തന്നെ ആനസിന്റെ മുമ്പിൽ എന്ത് മണ്ണാങ്കട്ടി അടിച്ചടക്കാം. അല്ലാതെ സഹാബത്തിന്റെ ഇടയിൽ ഇതിലെതിരഭിപ്രായം ഉണ്ടാ? നിങ്ങൾ കാണിച്ചു തരുമോ? നോണ പറയരുത് മൗലവിമാരെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് മൈക്കിലേക്ക് വരും. ഉസ്താദ് റൈസാൻഡ് ചെയ്തിരുന്നു. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഈ അസമയത്ത് മൈക്കെടുത്തൽ ക്ഷമ വളരെയധികം. എനിക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി ഒരാളെ ഫുള്ള് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹജ്ജിന് പോകാൻ വേണ്ടി ഇപ്പൊ ഇറങ്ങുകയാണ്. അപ്പൊ ഉസ്താദ് ഒന്ന് ചെറുങ്ങനൊന്ന് ഇഹ്റാം മുതൽ അങ്ങോട്ടൊന്ന് വിശദീകരിച്ചാല് കൊള്ളാമായിരുന്നു. സോറി ഉസ്താദ് ആ സമയത്ത് ചോദിച്ചാല്. അപ്പൊ ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കൂടെ ഹജ്ജിന് വന്നെന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ ഉസ്താദിന് വിശദീകരിച്ചു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ വിഷയം? ഹജ്ജിന്റെ രൂപമാണോ ചോദിച്ചത്? ഞാൻ കേട്ടില്ല. പ്രായോഗിക ഹജ്ജിന്റെ രൂപമാണോ വിശദീകരിച്ചത് അല്ല ചോദിച്ചത് അദ്ദേഹം? അതെ, ഇൻഷാ അല്ലാഹ് നവാസ് ലിങ്ക് ഒന്ന് കൊടുത്തോളൂ. പ്രായോഗിക ഹജ്ജിന്റെ യൂട്യൂബ് ലിങ്ക് രൂപമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഷാക്കിർ ഉസ്താദിന്റെ ഇൻഷാ അല്ലാഹ് അദ്ദേഹം അത് തരും. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അതായത് സുൽത്താൻ ബത്തേരിക്ക് പിന്നെ അദ്ദേഹത്തിന് PM ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പൊ അതിന്റെ ബാക്കി ക്ലിപ്പുകളായിട്ട് സുഹൃത്തുക്കളൊന്ന് മുന്നോട്ട് വന്നാൽ അതിന്റെ ബാക്കിയുള്ള രസകരമായ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എത്രയും പെട്ടെന്ന്. നമ്മുടെ അഡ്മിന്മാർ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വർത്താനം കേൾക്കല്ല വേണ്ട, നിങ്ങള് അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ എടുത്തു വെക്കുക എത്രയും പെട്ടെന്ന്. അതിന്റെ ബാക്കിയൊക്കെ കേൾപ്പിക്കുക. ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദിലേക്ക് മൈക്ക് കൊടുക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പോഴത്തേക്ക് മറ്റുള്ള ഭാഗങ്ങൾ എടുത്തു വെക്കുക. അസ്സലാമു അലൈക്കും. ഞാൻ ഒരു കാര്യം കൂടി അതിലിടക്ക്, അതായത് ഇപ്പൊ ഈ ലബ്ബ ഏതായിരുന്നാലും മുശ്രിക്കാണെന്ന് ഏറെക്കുറെ ഈ മറ്റു ലബ്ബ അല്ലാത്ത ആളുകൾ ഉറപ്പിച്ച മട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിനിടയിൽ മറ്റൊരു വിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അയ്യോൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് ഈ ലബ്ബ
ഇങ്ങനെ നാരിയത്ത് സ്വലാത്തിനെ അംഗീകരിക്കുന്നു എന്ന് നേരത്തെ ഹനീഫ് കായക്കൊടിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഈ മുശ്രിക്കിനെയും കൊണ്ട് പല സ്ഥലത്തും സംവാദവേദിയിലൊക്കെ പോയി കളഞ്ഞു. അത് ശരിയായ നടപടിയായില്ല എന്ന ഒരു വിവാദം കൂടി ഇപ്പൊ ഇതിനെ തുടർന്ന് ഇതിന്റെ കൂടെ മുളപൊട്ടിയ മറ്റൊരു വിവാദം കൂടി മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന കാര്യം പയ്യോളി സാഹിബിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ മൈക്കിലേക്ക് വന്നേ ഉള്ളൂ. പയ്യോളി സാഹിബ് ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലബ്ബാദ് അരുവിക്ക് ഇങ്ങനെ ശിർക്കൽ വിശ്വാസം ഉണ്ടായിരുന്നു, നാരിയത്ത് സ്വലാത്ത് ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുശ്രിക്കായി പോയിട്ടുണ്ട് എന്നാണ് ഹനീഫ് കായക്കൊടി ഇപ്പൊ പറയുന്നത്. പക്ഷെ അന്ന് അറിയുമെങ്കിലും അത് സംഗതി വശാൽ പുറത്തു പറയാതിരുന്നതാണ്. അപ്പൊ അത് മറ്റ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ തന്നെ മറ്റു നേതാക്കന്മാര് ഹനീഫ് കായക്കൊടിയുടെ വിശ്വാസത്തെക്കുറിച്ചും അവർക്ക് സംശയം ഉണ്ടാകുന്ന രൂപത്തിലാണ് ഇപ്പോൾ സംഗതികളുടെ കിടപ്പ്. അപ്പൊ മറ്റൊരു ഗ്രൂപ്പ് കൂടി ലബ്ബയുടെ ഗ്രൂപ്പിന് പുറമെ ഹനീഫിന്റെ ഒരു ഗ്രൂപ്പും അല്ലാത്തവരുടെ മറ്റൊരു ഗ്രൂപ്പും കൂടി രൂപപ്പെട്ടു വരാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നു എന്ന വിഷയം പയ്യോളി സാഹിബ് അറിയിക്കുകയാണ് മൈക്കൽ ലീസ്. മുഴുവൻ ഇമാമുകളെയും ഷിർക്കിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഷിർക്കല്ലാത്ത പല കാര്യങ്ങളും ഷിർക്കാക്കുന്ന ഒരു നിലപാട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് സ്വലാത്തുൻ നാരിയ. അത് ഷിർക്ക് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് ഷിർക്ക് കണ്ടെത്താൻ ആർക്കും കഴിയില്ല എന്നാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കും കഴിയില്ല. അത് കഴിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തിയാൽ ഞാനത് ജനങ്ങളോട് വിളിച്ചു പറയുന്നതാണ്. എനിക്ക് ബോധ്യപ്പെട്ടാൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്വലാത്തുൻ നാരിയയിൽ ശിർക്കുണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ 100% ഞാൻ അത് അംഗീകരിക്കുന്നതാണെന്ന് ഇപ്പോഴും പറയുന്നു. അതുകൊണ്ട് സ്വലാത്തുൻ നാരിയയിൽ സംവാദം നടത്താൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ അതിന്റെ വ്യവസ്ഥ എഴുതാൻ നിങ്ങൾ ഇപ്പോൾ തയ്യാറാകണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റ് ശിർക്കല്ലാത്ത പല വിഷയങ്ങളും ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്, ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി നമുക്ക് ചെയ്യാം. ഇപ്പോൾ സ്വലാത്തുൻ നാരിയയിൽ സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ അതിന്റെ വ്യവസ്ഥകൾ വീണ്ടും അത് എഴുതാൻ തയ്യാറാവുക എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. ബാവക്കാരന്റെ പഠിച്ചവരാ വിളിച്ചത്. ഇതോടെ സക്കരിയ ചിലപ്പോ ജിന്നേന്നായിരിക്കും വിളിക്കുന്നത്. ഞാൻ മൈക്കോട്ട് പയ്യോളിസ്ഥാൻ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ജിന്നിനൊന്നും വിളിച്ചാലൊന്നും അടങ്ങില്ല. മൂപ്പര് പറഞ്ഞ പോയിന്റ് വെച്ചോ, ഇമാമിങ്ങളെ മുഴുവനും ശിർക്കിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ശിർക്കല്ലാത്ത പല കാര്യങ്ങളും നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട്? ശിർക്കാക്കുന്നുണ്ട്. അതെല്ലാം വഴിയെ ചർച്ച ചെയ്യാ ഓരോന്നായിട്ട്. ഇപ്പൊ ഒന്ന് ചർച്ച അന്നാ പിടിച്ചോ അല്ലേ? ബഹുമാനപ്പെട്ട ഹാഫിദുദ്ദീൻ ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടുന്നു. അദ്ദേഹത്തെ മുശ്രിക്കാക്കിയിട്ട് വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച് സന്ധിക്കാണെന്ന് പറയുന്നു അല്ലേ? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടിയ പദ്യശകലങ്ങൾ, നീണ്ട പദ്യം ഖസീദത്തുൻ നുഅ്മാനിയ്യ എന്ന പേരിൽ ലഭ്യമാണ് അല്ലേ? ബഹുമാനപ്പെട്ടവർ അർജൂരി വഅക വഅഹ്തനി ബിഹിമാക അല്ലേ? യാ സയ്യിദസ് സഅദാതി ജിഅതുക ഖാസിദ അർജൂരി വഅക വഅഹ്തനി ബിഹിമാക. ഉണ്ടോ? വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടുന്നു ആര്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. എന്നാ മുജാഹിദീങ്ങൾ ഇക്കാലയളവ് വരെ വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണ്, അത് ചെയ്യൽ ശിർക്കാണ്, അത് ചെയ്തവൻ മുശ്രിക്കാണ് എന്ന് പറഞ്ഞ് കണ്ടമാനം കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ആണ് മൂപ്പര് പറഞ്ഞത്. ഏത്? നമ്മള് നാരിയത്ത് സ്വലാത്ത് ഇപ്പൊ ചർച്ച ചെയ്യാമോ? കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇസ്തിഗാസയാ. മനസ്സിലായില്ലേ?
ഓരോന്നാക്കി തീരുമാനപ്പെടുത്താ. ഇപ്പൊ തൽക്കാലം നാരിയത്ത് സലാത്താവാ, ഇൻഷാ അള്ളാ കുറച്ച് കഴിഞ്ഞാൽ ഏലസിന്റെ കാര്യമാവാ. ഏലസ് മൂപ്പരതിന്റെ ഇടയ്ക്കൊന്ന് വെച്ചല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു. ഏലസിന്റെ കാര്യം ലബ്ബാദാരിമി നേരത്തെ ഒന്ന് വെച്ചു. ഇതുവരെ ഇവര് പറഞ്ഞത് ഏലസ് മുഴുവൻ കെട്ടാൻ പാടില്ല, ഏലസ് കെട്ടി അതിൽ നിന്ന് പുറത്താണ്. എന്താണ് പിന്നെ ഒരുപാട് ഹദീസുകളും ആയത്തുകളൊക്കെ അതിന് ദുർവ്യാഖ്യാനം ചെയ്ത് ഓതിയിരുന്നു. ഇപ്പൊ മൂപ്പര് പറഞ്ഞു അതിൽ ഇത് അഭിപ്രായം ഉണ്ട് എന്നാ. ഇങ്ങനെ ലോകത്തെ എല്ലാ വിഷയത്തിലും ഇമാമിങ്ങളെ ശിർക്കിലേക്കും കുഫറിലേക്കും തള്ളിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും നടന്നു. വലിയ രസമുള്ള സംഭവമല്ലേ? പല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങള് ഇമാമിങ്ങളെ ശിർക്കിലേക്കും കുഫറിലേക്കും തള്ളിയിട്ട് ശിർക്കല്ലാത്ത കാര്യം ശിർക്കാക്കുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണമായ നാരിയത്ത് സലാത്ത് ഇപ്പൊ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് അബ്ബ പറയണത്. അല്ലാഹു തആല എന്തായാലും സർവ്വ വഹാബികൾക്കും സർവ്വ മൗദൂദികൾക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ലബ്ബാദാരിമിക്ക് ഇതുപോലുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന്റെ നാവിന് അല്ലാഹു തആല കഴിവ് കൊടുക്കട്ടെ. അത് അംഗീകരിക്കാൻ വഹാബികൾക്കും കഴിയട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഞാൻ മൈക്ക് വിടുന്നു. ബഹുമാനപ്പെട്ട ബാവക്ക കേൾവിക്കാരൻ ഉസ്താദ് എല്ലാവരും വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഏതായാലും ലബ്ബമൗലവി പറഞ്ഞതേ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ഇമാമികളെ. ഖുല്യാ അഹ്മദ് ബിനു അലിയുൻ ഇദ്ഹബ് ഇലാ ദാരിൻ നഈമി ബിലാ ശഖാഇ. മഹാനായ ഇമാം മഹ്മൂദ് ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഖുല്യാ അഹ്മദ് ബിനു അലിയുൻ ഇദ്ഹബ് ഇലാ ദാരിൻ നഈമി ബിലാ ശഖാഇ. വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറയാണ്, അലിയുടെ മകനായ അഹമ്മദേ, നിങ്ങൾ യാതൊരു വിഷമവും കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് അങ്ങ് പറയണം നബിയേ എന്ന്. അങ്ങനെ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു. ജാബിർ നേരത്തെ വയ്യോളി ഉസ്താദ് ഡസൻ കണക്കിന് ഇവിടെ ഓതി കൽപ്പിച്ചു. ഇബ്നു ഹജർ അസ്ഖലാനി, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഇമാം അഹമ്മദ് ബിൻ ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേട്ട് മൗലവി അയാളെ തോപങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ, പശ്ചാത്താപം ഒന്ന് ആലോചിച്ച് നോക്കാൻ. നിങ്ങൾ അയാൾ മിന്നാന്ന് വന്നുകാണ്ട് കഴിഞ്ഞ ആഴ്ച ഈ റൂമിൽ വന്നിട്ട് നമ്മളൊക്കെ മുശരിയാക്കി പോയതാ. ഈ ലംബ മൗലവി ഇക്കഴിഞ്ഞ ആഴ്ച നമ്മളെ റൂമിൽ വന്നിട്ട് ശിർക്കാണ് ശിർക്കാണ് ശിർക്കാണ്. ഇപ്പൊ മൂപ്പർക്ക് എന്തോ ഒരു വയറുവേദന എന്നറിയാം. മൂപ്പരിപ്പൊ കിട്ട് പറയാ. ഏതായിരുന്നാലും നമുക്ക് സന്തോഷാണ്. വിവേകം വൈകി ഉദിച്ചാലും സ്വാഗതാർഹമാണല്ലോ. വിവരം വൈകിയാണ് കിട്ടിയതെങ്കിലും സ്വാഗതാർഹമാണല്ലോ. അപ്പൊ അതുകൊണ്ട് മൗലവി ഏതായിരുന്നാലും നേരത്തെ പയ്യോളി ഉസ്താദ് ദുആ ചെയ്തപ്പോൾ നമ്മളോട് ആവർത്തിക്കുകയാണ്. പയ്യോളി ഉസ്താദ് ദുആ ചെയ്തപ്പോഴും ആവർത്തിക്കുകയാണ്. കാരണം ഇനിയും സത്യം തുറന്നു പറയാൻ, മനസ്സിലാക്കിയ സത്യം തുറന്നു പറയാനുള്ള തന്റെ ഇടം ലബ്ബ മൗലവിക്ക് അല്ലാഹു കൊടുക്കട്ടെ. നമുക്കിപ്പോ ലബ്ബ മൗലവിന്റെ വായിക്കൂടിയാണ് വന്നത് എന്നുള്ളത് കൊണ്ട് സത്യത്തെ സത്യമാക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏതായാലും ജാറങ്കണ്ടി ബാക്കി ബഹുമാനപ്പെട്ട കുമ്മോൾ ഉസ്താദ് വഹിക്കുന്നത് ഈശാന്റെ ഉസ്താദ് അതിന് ശേഷം ജാറങ്കണ്ടി. അതിന് നമ്മൾ അനസിന്റെ ഒക്കെ മറുപടി ഉണ്ട് വരട്ടെ. അനസിന്റെ ഒക്കെ അതിനുള്ള മറുപടി കണ്ട് വരട്ടെ. അതും കൂടി ക്ലിപ്പ് വരണം. അപ്പോഴേ നമുക്ക് ശരിയാവുള്ളൂ, പൂർണ്ണമാവുള്ളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അല്ല, അതിന് നമ്മളങ്ങനെ വികാരം കൊള്ളേണ്ടതില്ല എന്നാണ് ബാബ അമീറയോട് പറയാനുള്ളത്. ക്ലാസ് റൂമിൽ വന്ന് നമ്മളെ മുശ്രിക്കാക്കിയെങ്കിലും അത് ക്ലാസ് റൂമിൽ വരുമ്പോൾ സ്വാഭാവികമാണ്. ഒരു മുജാഹിദ് നേതാവ് എന്നുള്ള ആൾക്കാരല്ല അയാൾ വരുന്നത്. പക്ഷെ നമ്മുടെ ക്ലാസ് റൂമിൽ വരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരം ചിന്തകൾ. അല്ലാതെ ഇപ്പം അദ്ദേഹം ലോകത്താകെ അറിയുന്ന വിഷയമാണല്ലോ മുജാഹിദിന്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിലപാടുകളും. നാരിയത്ത് സലാത്തുമായും അതേപോലെ ഇസ്തസ്കിരി ഉമ്മത്തിയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ എന്ത് എന്നുള്ളത് എല്ലാ ആളുകൾക്കും കൊട്ടപ്പുറം സംവാദത്തിലൊക്കെ ഇസ്തസ്കിരി ഉമ്മത്തിക്ക് നമ്മൾ ഉദ്ധരിക്കുകയും അതിനെ പുച്ഛത്തോടുകൂടെ തള്ളുകയും ചെയ്തതാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം. അത് ലബ്ബദാരിമിക്ക് അറിയില്ല എന്ന് പറയാൻ നിർവാഹമില്ല. ഇപ്പൊ ലബ്ബദാരിമി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് ഈ വാദങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം നിരന്തരം നമ്മുടെ ക്ലാസ് റൂമിൽ വന്നതിന്റെ ഒരു ഗുണകരമായ ഒരു ഫലം തന്നെയാണ് ഇപ്പൊ അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ള ഈ ഒരു സംവാദ വ്യവസ്ഥ. ആ വ്യവസ്ഥ നടന്നോ എന്ന് എനിക്കറിയില്ല. എന്താണ് വയ്യോത്സായ വ്യവസ്ഥ നടന്നിട്ടുണ്ടോ, വ്യവസ്ഥ തയ്യാറാക്കിയോ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും അങ്ങനെ ഒരു സംവാദത്തിന് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കാൻ ഹനീഫ് കായക്കുടിയെയും അനസ് മൗലവിയെയും മുന്നിലിരുത്തി ലബ്ബ തയ്യാറായി എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ക്ലാസ് റൂം തന്നെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണക്കാർ.
അപ്പൊ നമുക്കതിൽ സന്തോഷിക്കാൻ ഏറെ വകയുണ്ട് എന്ന് മാത്രമല്ല ഈ ക്ലാസ് റൂമിൽ കൂട്ടിയിട്ട് ഈ സക്കരിയ അടക്കം ഈ ആയത്തടക്കം എല്ലാ ആളുകളും നടന്നതല്ലേ. അവർക്ക് ഇതൊരു പുത്തരിയൊന്നല്ല. പഴയ മുശരിക്കങ്ങളൊക്കെ കൂട്ടി നടക്കുകയാണ്. ഈ മുശരിക്ക് എന്നുള്ള എന്റെ പ്രയോഗമല്ല കേട്ടോ, അവരുടെ ഭാഷയിൽ അവര് പറയുന്ന ആ മുശരിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അതൊക്കെ എണ്ണാൻ തുടങ്ങിയ ഓൽക്കന്നെ തസ്ബീഹ് മാല കൈ കൊടുത്താലും മതിയാവില്ല എന്നാ തോന്നുന്നത്, ഓരോ കൂട്ടത്തിലുള്ള മുശരിക്കങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ വരേക്കും അല്ല, ചിന്തിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട കുമ്മൂർ ഉസ്താദ് ഇപ്പൊ പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റാണ്. അഥവാ കൊട്ടപ്പുറം സംവാദത്തിലടക്കം ഇസ്തസ്ഖിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു എന്ന അസർ ഉദ്ധരിച്ചപ്പോ പുച്ഛത്തോടുകൂടെ തള്ളിയിട്ട് ഏകദേശം ജീവിതത്തിന്റെ അന്ത്യയാമങ്ങളിൽ ലബ്ബ മൗലവി മുജാഹിദാകുന്നത് ഇതറിയാഞ്ഞിട്ടല്ല, ഇതറിഞ്ഞുകൊണ്ടാ മുജാഹിദായത് അല്ലേ. ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന അസറ് ഫത്ഹുൽ ബാരിയിലുണ്ട്, മുസന്നഫ് ഇബ്നു അബി ഷൈബയിലുണ്ട് എന്നൊക്കെ അറിയാത്ത മൗലവിയാണോ? അല്ല, അറിയും. കിതാബ് നോക്കിയിട്ടല്ലെങ്കിലും കൊട്ടപ്പുറം സംവാദം കേട്ടാലെങ്കിലും അറിയും. അല്ലെങ്കിൽ അതുപോലെ ഗണ്ണന മണ്ണനങ്ങളുടെ സീഡികൾ കേട്ടാൽ അറിയും. അതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടുമാണ് സക്കരി ലംബ മൗലവി എന്ത് ചെയ്തിട്ടുള്ളത്? മുജാഹിദായത്. ആ മുജാഹിദായ മൗലവിയാണ് ഇപ്പൊ ഇസ്തസ്ഖിലി ഉമ്മത്തിക അതിന്റെ പേരിൽ നാരിയത്തു സ്വലാത്ത് പോലും ന്യായീകരിച്ചുകൊണ്ട് അത് ശിർക്കല്ല, അതിൽ ശിർക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അത് എന്തിന്റെ മെച്ച? അത് എസ്ജീവിന്റെ മെച്ചം തന്നെയല്ലേ? മാഷാ അല്ലാഹ്, എസ്ജീവിന്റെ മെച്ചം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അത് ലബ്ബയുടെ നാവിലൂടെ തന്നെ ഇൻഷാ അല്ലാഹ് പുറത്തു വരും വിദൂരമല്ലാത്ത ഭാവിയിൽ. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും മുജാഹിദീങ്ങൾക്ക് ഇപ്പൊ ഒരു രക്ഷയില്ല. അയക്കുകളോട് ചോദിച്ചാൽ ഇപ്പൊ ഒരു മറുപടി ഉണ്ടാവില്ല. ലബ്ബ എന്ന് പറയുമ്പോഴത്തേക്ക് ഡോട്ട വരിക, ആ ഒരു കണ്ടീഷനിലാണ് ഉണ്ടാവുക. കാരണം മുജാഹിദീങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഒരു നിലപാട് നൂറ്റാണ്ട് അവരുടെ ഭാഷയിൽ നൂറ്റാണ്ടായിട്ടും ഈ വിഷയത്തിലൊന്നും ഒരു നിലപാടെടുക്കാൻ പറ്റിയിട്ടില്ല. കഷ്ടകാലം തന്നെ മുജാഹിദിന്റെ അവസ്ഥ, കഷ്ടകാലം തന്നെ. കാരണം ഇനി പൊതുജനങ്ങളോട് എങ്ങനെയാ പറയുക? ഈ സാധനത്തിന്റെ പേരും പറഞ്ഞ് എങ്ങനെയാ പൊതുജനങ്ങളെ മുമ്പ് പോവുക? ചോദിച്ചൂടെ നാട്ടുകാരെ നിങ്ങൾക്ക്? അല്ല, നൂറ്റാണ്ടായി നിങ്ങൾ പറഞ്ഞിട്ട് നാരിയത്ത് സ്വലാത്ത് ശിർക്കാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ എന്തായിട്ട് നിങ്ങൾ മറുപടി പറയാ? അള്ളാഹു താല കാക്കട്ടെ നിങ്ങളെ ഷർറിന് ഈ സമുദായത്തെ. ഇൻഷാ അല്ലാഹ് സയ്യിദ് ബിൻ ജോർജ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ ഡിയർ ബ്രദേഴ്സ് ആൻഡ് ഉസ്താദ്മാരെല്ലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ചോദ്യം വെച്ചാൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്ക്, മുനാഫിക്ക് ഇങ്ങനെ പല പേരുകളിലും നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് തെറ്റല്ലേ ശരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ തീരുമാനിക്കേണ്ടത് ഖിയാമത്തുള്ള ആരാണ് മുശ്രിക്ക്, ആരാണ് മുനാഫിക്ക്? അത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിശ്ചിതമാക്കിയ ഒരു കാര്യമല്ല. മറ്റുള്ളവരെ മുനാഫിക്ക്, സഹോദരൻ മുനാഫിക്ക് എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളത്. അതൊന്നും ഉത്തരം പറയാം. ജസാഖല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് അതിന് ഉത്തരം പറയും. സയ്യിദ്, നിങ്ങൾ സംസാരിക്കുന്നൊന്ന് ഉറക്കെ സംസാരിക്കണം കേട്ടോ. ഒരുപാട് ആളുകൾക്ക് കേൾക്കുന്നില്ല. നിങ്ങളുടെ ഇങ്ങനെ ശബ്ദം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? സയ്യിദ്, നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? എന്നാ ഒന്ന് ഉറക്കെ സംസാരിക്കണം കേട്ടാ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ പരസ്യം വന്നടിക്കുന്നവരുണ്ട്. അവർക്ക് നമ്മൾ കൂടുതൽ പരിഗണന നൽകുന്നതാണ്. പരസ്യം അടിക്കുന്നവർക്ക് വേഗം മൈക്കിൽ വരാം, മൈക്കെടുത്ത് സംസാരിക്കാൻ. ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് ചോളുമാട്ടാ. അതുകൊണ്ട് നിങ്ങൾ പരസ്യം അടിച്ച് മുങ്ങണ്ട, ഓടണ്ട. എന്തിനാ ഓടുന്നു? എല്ലാവർക്കും മൈക്കിൽ വന്നിട്ട് ചോദിക്കാലോ. കേട്ടാ, മോഡിയാണെങ്കിൽ മോഡി, ഏതാണെങ്കിലും നമുക്ക് ചോദിക്കാം കേട്ടാ. നിങ്ങള് ചോദ്യകർത്താക്കളെ മോശമായോ അല്ലെങ്കിൽ അവരെ മുൻവിധിയോ ചെയ്തിട്ട് ആരും ടെസ്റ്റ് അടിക്കരുത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അപേക്ഷിക്കുകയാണ്. ചോദ്യകർത്താക്കൾ ചിലപ്പോൾ പലതും ചോദിച്ചെന്ന് വരും. അത് ഇൻഷാ അല്ലാഹ് മറുപടി പറയുന്ന ഉസ്താദുമാരെന്ത് ചെയ്തോളും, കൈകാര്യം ചെയ്തുകൊള്ളും. മാന്യമല്ലാത്ത ടെസ്റ്റുകൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആരും അടിക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ്. വല്ലാതെ ഇതായാൽ നമ്മുടെ അഡ്മിന്മാര്
ഡോട്ട് നൽകുന്നതാണ് എന്നും അറിയിക്കുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുമ്മോളി ഉസ്താദ് കേട്ടിട്ടുണ്ടാകും. കുമ്മോളി ഉസ്താദിന് മുമ്പും സയ്യിദുമായി സംസാരിച്ചിട്ടുള്ളതാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് മൈക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏതായിരുന്നാലും പയ്യോളി സാഹിബ്, നമുക്ക് നമ്മുടെ ആ ചർച്ച തന്നെ തുടരാം. പക്ഷെ അതിനിടയിൽ സയ്യിദ് ഇബ്നു ജോർജ് ഒരു നല്ല സംശയമായിട്ട് വന്നതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ അതിന്റെ മറുപടി സയ്യിദ് ഇബ്നു ജോർജിനോട് പറയുകയാണ്. നമുക്ക് ലബ്ബയുടെ ഇന്നലെ ഉണ്ടായ ആ സംഭവം തന്നെ തുടരാം. സയ്യിദ് ഇബ്നു ജോർജിനോട് പറയാനുള്ളത്, എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ക്രിസ്തു മതത്തിൽ നിന്ന് ഇപ്പൊ അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ് എന്ന നിലക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ബോധിക്കാത്ത ചില ചർച്ചകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്നേഹപൂർവ്വം ഈ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് എല്ലാവർക്കും എല്ലാം ദഹിക്കൂലല്ലോ. നിങ്ങൾ ആ ദഹിക്കുന്ന ആ ഒരു രൂപത്തിലായിട്ടുണ്ടാവുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ സ്വാഭാവികമായും നിങ്ങളിപ്പോ ചോദിച്ചൊരു സംശയം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുശ്രിക്ക് കാഫിർ ആക്കുന്ന നിലപാട് ശരിയല്ലല്ലോ, അത് അള്ളാഹുവിനെ മാത്രമല്ലേ അറിയുകയുള്ളൂ എന്നതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ആകത്തുക. ഈ മുശ്രിക്ക് കാഫിർ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ആ ഒരു അള്ളാഹുവിന്റെ അറിവ് വെച്ചുകൊണ്ടുള്ള ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. നിങ്ങളിപ്പോ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. നേരത്തെ ക്രിസ്തു മതത്തിലായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. അതിപ്പോ നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ആ പറഞ്ഞത് മുകളിലൊക്കെ എടുത്തുകൊണ്ട് ആ നിലക്ക് പറയുന്നു. അതൊക്കെ അള്ളാഹുവിലേക്ക് വിട്ടുകൊണ്ടല്ലോ നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു വിഷയം അതാണ് പറയാനുള്ളത്. അതോടൊപ്പം മറ്റൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുക എന്നൊരു പരിപാടി നമ്മുടെ STVയിലില്ല. നമ്മൾ ആരെയും അങ്ങോട്ട് കാഫിറാക്കുന്നില്ല. ഒരാളെയും നമ്മൾ കാഫിറാണെന്ന് പറയുകയോ അല്ലെ മുശ്രിക്കാണെന്ന് പറയുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഞങ്ങളെ, ഈ ക്ലാസ് റൂമുകാരെ, അതേപോലെ സുന്നികളെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് അകാരണമായി മുദ്ര കുത്തുന്നു എന്നത് മാത്രമാണ് പ്രശ്നം. അപ്പൊ നമ്മൾ നിങ്ങൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. നമ്മളെ പലരും ഇങ്ങോട്ട് ആക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിപ്പോ ഒരു അങ്ങാടിയിൽ നമ്മൾ ചെന്നു, കേരളക്കാരൻ സാധാരണ പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങാടിയിൽ നമ്മൾ ചെന്നാൽ രണ്ടു കൂട്ടര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റ് നടത്തുന്നതോ അല്ലെങ്കിൽ അടിപിടി കൂടുന്നതോ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മളത് പെട്ടെന്ന് അവിടെ ചാടി എഴുന്നേറ്റ് ചാടി വീണ്, എന്നിട്ട് ഇവരെന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിയുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം ചീത്ത പറയുന്നു എന്ന് പറയുന്നത് ഒരു സാധാരണ അങ്ങനെ മനുഷ്യന്മാർ പറയാറുണ്ട്. പക്ഷെ അവിടെ ആരാണ് ശരിക്കും അതിൽ കുറ്റവാളി, ആരാണ് അതിന്റെ വസ്തുതാപരമായി ശരി ചെയ്യുന്ന ആള് എന്ന് മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ നീതിബോധമുള്ള ഒരാൾക്ക് അതിലിടപെടാൻ നിർവാഹമുള്ളൂ. അപ്പം പ്രഥമ ദൃഷ്ട്യ ഇങ്ങനെ കാണുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കുന്നു, കാഫിറാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആക്ഷേപിക്കുന്ന ശൈലി ശരിയല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, നമ്മൾ ആരെയും അങ്ങോട്ട് കാഫിറാക്കുകയോ മുശ്രിക്കാക്കുകയോ ചെയ്യുന്നില്ല. നമ്മളെക്കുറിച്ച് മറ്റുള്ള ആളുകൾ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് നിസ്സങ്കോചം പുത്തൻവാദികൾ പറയുകയാണ് ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച തുടരട്ടെ. സയ്യിദ് ഇബ്നു ജോർജിന് വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും മൈക്കിലേക്ക് വരാം. നമുക്ക് നേരത്തെയുള്ള ചർച്ചയിലേക്ക് തന്നെ പോകണം. പയ്യോളി സാഹിബ് മൈക്ക് എടുത്തോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഉസ്താദ്, ജസാക്കുമുല്ലാഹ്. ഇപ്പോ സയ്യിദ് മനസ്സിലായില്ലേ, ഞങ്ങൾ ആരെയും ഒരാളെ അഹ്ലുൽ ഖിബിലയില് അഥവാ 100% 101% കുഫറുള്ള ആളുകളെ അല്ലാതെ ഒരാളെയും കാഫിറാണ് എന്ന് ഒരു സമസ്തയോ സുന്നികളാരും പറയാറില്ല. സുന്നികൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാറുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു മുനാഫിക്ക് എന്നും പറഞ്ഞ് കാഫിർ എന്ന് മുനാഫിക്ക് നിഫാക്കുള്ള ആൾക്കാരെ പറ്റി പറയാം. മുനാഫിക്ക് എന്ന് നിഫാക്ക് ആരിലൊക്കെയുണ്ടോ അവരെ കുറിച്ച് മുനാഫിക്ക് എന്ന് പറയാം. ഉദാഹരണം,
ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അഖ്തുലു ഹാദൽ മുനാഫിഖ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ മുനാഫിഖിന് ഞാൻ കൊല്ലട്ടെ നബിയൻ, അതായത് ഇവരെ വല്യാപ്പാനെ, മുജാഹിദിന്റെ വല്യാപ്പാന, നമ്മുടെ എന്താണ് ചങ്ങായിന്റെ പേര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, ഏത് ഇഅ്ദിൽ യാ മുഹമ്മദ് എന്ന് പറഞ്ഞില്ലേ, ഇവരെ വല്യുപ്പ ഇഅ്ദിൽ യാ മുഹമ്മദ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ദുൽഖുവൈസിറ. മൂപ്പരെ പറ്റി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് നബിയോട് ചോദിച്ചു റളിയല്ലാഹു തആല അൻഹു, എന്ത് അഖ്തുലു യാ ഹാദൽ മുനാഫിഖ്, ഞാൻ ഈ മുനാഫിഖിനെ കൊല്ലട്ടെയോ നബിയേൻ. അപ്പൊ ഇപ്പം മുനാഫിക്കാണ്. റസൂലുള്ളാഹി എന്താ പറഞ്ഞു, ഇവന്റെ സന്താന പരമ്പര കുറച്ച് മുനാഫിക്കങ്ങൾ വരാനുമുണ്ട്. അപ്പോ ഇപ്പൊ തന്നെ കൊന്നാ ശരിയാവൂല, കാരണം അള്ളാന്റെ ചില ഖദാ ഖദറൊക്കെ നടക്കാനുള്ളതല്ലേ എന്നുള്ള കണ്ടീഷനിലാണ് നബി സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ മുനാഫിഖിനെ മുനാഫിഖ് എന്ന് പറയാ, പക്ഷെ ഒരാളെ മുശ്രിക്കും കാഫിറും ആക്കുമ്പോൾ ഒരുപാട് ആലോചിക്കണം. മുനാഫിക്കാക്കണ മാതിരിക്കാവൂല അത്. സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചർച്ച മുന്നോട്ട് പോകണം. ജാറങ്കണ്ടി ക്ലിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നൂറ്റാണ്ടായി എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇതുവരെ ഏതൊക്കെയാണ് ശിർക്ക് ഏതൊക്കെയാണ് കുഫർ എന്ന് തീരുമാനാക്കാൻ പറ്റിയിട്ടില്ല. ഓരോ കാര്യം മുമ്പൊക്കെ ശിർക്ക്, ഞാൻ AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ആ ക്ലിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ സുഹൃത്തുക്കളെ? ആരുടെയെങ്കിലും AP ഖാദർ മൗലവി മുമ്പ് പറഞ്ഞിരുന്നു നാരിയത്തു സലാത്ത്, എന്നിട്ടൊരു ചിരിയും ചിരിച്ചിട്ട്, നാരിയ സലാത്ത്, നരകത്തിലേക്കുള്ള ഏത് പോയത്തക്കാരനാ പേരതിനിട്ടെന്ന് വെച്ചാ പണ്ടൊരു ഇബ്രാഹിം നാസി എന്ന് പറഞ്ഞ ആളായിരുന്നു എന്ത് ചെയ്തത്, ആ നാരിയത്ത് സലാത്ത് ഉണ്ടാക്കിയത്. ഏതോ ഒരു ചങ്ങായി അത് എഴുതുമ്പോ സായിയുടെ പുള്ളി പോയി പിന്നെ സലാത്ത് നാരിയ എന്നായി അവിടെ ഒരു ചിരിച്ചിരിക്കുന്നുണ്ട് മൂപ്പര്. ആ ക്ലിപ്പ് നിങ്ങളെ കയ്യിലുണ്ടോ? ലംബ മൗലവി അതൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ലബ്ബ മൗലവിക്ക് ഇപ്പോ ആ കാര്യം ബോധ്യപ്പെടുന്നു. നാരിയത്തു സലാത്തിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പറ്റൂല, അതുണ്ടെങ്കിൽ തെളിയിക്കണമെന്നാണ് ലബ്ബ പറഞ്ഞിട്ടുള്ളത്. അത് സംവാദത്തിന് തയ്യാറാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ശിർക്കും കുഫറും തൗഹീദും ഒന്നും വഹാബിയക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ബാക്കി ഭാഗമായിട്ട് ജാറങ്കണ്ടിയൊക്കെ വരും. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്നെക്കുറിച്ച് ഒട്ടനവധി ഇല്ലാത്ത വാദങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം വാദങ്ങൾക്കൊന്നും ഞാൻ ഉത്തരവാദിയല്ല. എല്ലാ സ്ഥലത്തും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ വലിച്ചിഴച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമുദായത്തിൽ അലങ്കോലമുണ്ടാക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ ഒരിക്കലും അതിന്റെ പിന്നാലെ വരാൻ തയ്യാറില്ല. ഇവിടെ സ്വലാത്തുൻ നാരിയയിൽ ശിർക്കുണ്ടോ ശിർക്കില്ലേ? ആ സ്വലാത്തുൻ നാരിയയുടെ പദങ്ങളിൽ ശിർക്ക് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു ശിർക്ക് ഇല്ല. അതിൽ സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിന് വ്യവസ്ഥ തയ്യാറാക്കുക. മറ്റൊരു വിഷയം കൂടി ഞാൻ നിങ്ങൾ അതിലേക്ക് വലിച്ചിഴച്ചതാണ്, നിങ്ങളുടെ പണി തന്നെ അതാണ്. ഇതേപോലെ ഇല്ലാത്ത വിഷയങ്ങളിലേക്ക് വലിച്ചിഴച്ച് ആളുകളിൽ ഇല്ലാത്ത വാദങ്ങൾ കെട്ടിച്ചമയ്ക്കുക. ഇപ്പോഴും ഞങ്ങൾ മൊത്തത്തിൽ ഇവിടെ സമുദായം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണത്. അഥവാ ഇല്ലാത്ത വാദങ്ങൾ ആളുകളിൽ അടിച്ചേൽപ്പിച്ച് ശിർക്കും കുഫറും അടിച്ചേൽപ്പിച്ച് മുശ്രിക്കുകളും കാഫിറുകളും അല്ലാത്ത വിഭാഗത്തെ ഒറിജിനൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളും കാഫിറുകളുമാക്കി തള്ളുന്ന പതിവ് പണ്ട് ജനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാദം അബദ്ധമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം പദങ്ങളിൽ ശിർക്ക് പോലെ ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ വലിച്ചിഴച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമുദായത്തിൽ അലങ്കോലമുണ്ടാക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ ഒരിക്കലും അതിന്റെ പിന്നാലെ വരാൻ തയ്യാറില്ല. ഇവിടെ സ്വലാത്തുൻ നാരിയയിൽ ശിർക്കുണ്ടോ ശിർക്കില്ലേ? ആ സ്വലാത്തുൻ നാരിയയുടെ പദങ്ങളിൽ ശിർക്ക് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു ശിർക്ക് ഇല്ല. അതിൽ സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിന് വ്യവസ്ഥ തയ്യാറാക്കുക. മറ്റൊരു വിഷയം കൂടി ഞാൻ നിങ്ങൾ അതിലേക്ക് വലിച്ചിഴച്ചതാണ്, നിങ്ങളുടെ പണി തന്നെ അതാണ്. ഇതേപോലെ ഇല്ലാത്ത വിഷയങ്ങളിലേക്ക് വലിച്ചിഴച്ച് ആളുകളിൽ ഇല്ലാത്ത വാദങ്ങൾ കെട്ടിച്ചമയ്ക്കുക. ഇപ്പോഴും ഞങ്ങൾ മൊത്തത്തിൽ ഇവിടെ സമുദായം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണത്. അഥവാ ഇല്ലാത്ത വാദങ്ങൾ ആളുകളിൽ അടിച്ചേൽപ്പിച്ച് ശിർക്കും കുഫറും അടിച്ചേൽപ്പിച്ച് മുശ്രിക്കുകളും
കാഫിറുകളും അല്ലാത്ത വിഭാഗത്തെ ഒറിജിനൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളും കാഫിറുകളുമാക്കി തള്ളുന്ന പതിവ് പണ്ട് ജനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാദം അബദ്ധമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം ഇന്ന് അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പണ്ഡിത ലോകത്തെ പ്രഗത്ഭരായ പ്രശസ്തരായ ഇമാമുകളെപ്പോലും ശിർക്കിലേക്കും കുഫറിലേക്കും വലിച്ചു വെച്ചുകൊണ്ട് അവർ മുശ്രിക്കുകളാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇവിടെയും നിങ്ങൾ ആവർത്തിക്കുന്നു. ഈ പാവപ്പെട്ട എന്നിൽ തീർച്ചയായും ഇല്ലാത്ത വാദങ്ങൾ നിങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കുന്നു. ഇതാ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇസ്തസ്ഖി ഉമ്മത്തിക്ക എന്ന അസറിൽ ശിർക്കുണ്ടെന്ന് നിങ്ങൾ വാദിക്കുന്നു. ഇതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ ശിർക്കല്ലാത്ത വിഷയത്തെ ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി നമുക്ക് ഹല്ല് ചെയ്ത് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സലാത്തുന്നാലിയാണ് മെയിൻ വിഷയം. അതിൽ ശിർക്ക് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു ശിർക്കില്ല. സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ഇസ്തസ്ഖി ഉമ്മത്തിക്ക ഫഇന്നഹും ഖദ് ഹലകു എന്ന ആ അസറിൽ ശിർക്കുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതിൽ ശിർക്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി പ്രാർത്ഥിക്കാമോ ഇല്ലയോ അതൊക്കെ ഇത് ആദ്യം സ്ഥിരപ്പെട്ടിട്ടാണല്ലോ, ഇത് തെളിയിച്ചിട്ടാണല്ലോ പിന്നെ തീരുമാനിക്കേണ്ടത്. അപ്പൊ രണ്ട് വാദമാണ്. ഫത്ഹുൽ ബാരി പോലെയുള്ള കിതാബുകളിൽ പറയപ്പെട്ടിട്ടുള്ള جاء رجل إلى قبر النبي صلى الله عليه وسلم فقال يا رسول الله استسق لأمتك فإنهم قد هلكوا എന്നുള്ള ആ അസറിൽ ശിർക്കുണ്ട്, അത് ശിർക്കാണ് എന്നാണ് ഇപ്പൊ നിങ്ങൾ വാദിക്കുന്നത്. ഞാൻ പറയുന്നു അതിൽ ശിർക്ക് ഇല്ല. ഇതാണ് എന്റെ വാദം. ഈ രണ്ട് വിഷയം വാദം വാദമായിരിക്കുള്ളൂ. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരു വിഷയം ഞാൻ കൂടുതൽ ഏറ്റിരിക്കുകയാണ്. ഞാൻ സ്വലാത്തുന്നാരി ശിർക്കാണോ അല്ലയോ എന്ന വിഷയം സംവാദം നടത്താനാണ് വന്നത്. അനാവശ്യമായ ചർച്ചകളിലൂടെ വലിച്ചേച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒരു വിഷയവും കൂടി സമുദായത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയവും കൂടി തെറ്റിദ്ധാരണ നീങ്ങുന്നതിന് വേണ്ടി, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് സമുദായം മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിലും ശിർക്ക് ഇല്ല എന്നാണ്. അഥവാ ഫഇന്നഹും ഇസ്തസ്ഖി ഉമ്മത്തിക എന്നുള്ള ആ അസറിൽ ശിർക്കില്ല എന്നാണ് ഞാൻ വാദിക്കുന്നത്. നിങ്ങൾ പറയുന്നു അതിലും ശിർക്കുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആ രണ്ട് വിഷയം സംവാദത്തിന് എഴുതിക്കോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. സൗണ്ടിന് കംപ്ലൈന്റ് ഉണ്ടോ സുഹൃത്തുക്കളെ? സൗണ്ടിന് പ്രശ്നമുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, ഞാൻ ബൈയുടെ സ്ഥാനം വേണ്ടി വായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജാറങ്ങണ്ടിയ സൗണ്ടൊക്കെ ഓക്കെയാണ്. ഞാൻ ഇപ്പൊ ഇതെന്താ പറയണ്ടെന്നാ കേൾവിക്കാരൊന്നും ഇല്ല ഇവിടെ. ഇല്ലാത്ത വാദങ്ങളൊക്കെ വലിച്ചഴിച്ചിട്ട് ഒറിജിനൽ മുസ്ലിമീങ്ങളെ ശിർക്കും കുഫറും ആരോപിച്ചിട്ട് ദീനുൽ ഇസ്ലാം എന്ന് പുറത്താക്കുക എന്നുള്ള പരിപാടി നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയിലെ കുറെ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏതായാലും ലബ്ബാദാരിബി തുറന്ന് പറഞ്ഞു, മാഷാ അല്ലാഹ്, ഇസ്തസ്ഖി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട് ജാ റജുലുൻ ഇലാ ഖബറിൻ നബിയെ, നബിയുടെ ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരാള് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ ഇസ്തസ്ഖി ലി ഉമ്മത്തിക, അങ്ങയുടെ സമുദായത്തിന് വേണ്ടി അങ്ങ് മഴയെ തേടിയാലും നബിയെ ഫഇന്നഹും ഖദ് ഹലകു, അവര് നശിക്കാൻ പോകുന്നു നബിയെ, അവർക്ക് നാശം ഉറപ്പായിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് അവർക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലും മഴയെ തേടിയാലും മഴയെ തേടണേ നബിയെ എന്ന് ഒരാള് വന്ന് നബിയോട് സഹായം തേടുന്നു. ഇതിൽ ശിർക്കില്ല. അപ്പോ വഫാത്തായ നബിയെ വിളിച്ച് സഹായം തേടിയാൽ അതിൽ ശിർക്കില്ല എന്നാണ് ലബ്ബാദാരിബി പറഞ്ഞിട്ടുള്ളത്. അത് ശിർക്കാണ് എന്നാണ് മുജാഹിദീങ്ങളെ വഹാബികളെ ഇക്കാലായിട്ട് നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ എന്ത് ചെയ്തതാണ്? ഒറിജിനൽ മുസ്ലിമീങ്ങളെ ഇല്ലാത്ത ഒരു ആരോപണം ആരോപിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാം എന്ന് പുറത്താക്കാനുള്ള ശിർക്കും കുഫറും ആരോപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തുറന്ന് പറയണം. നിങ്ങൾ സംവാദത്തിന് തയ്യാറാണോ എന്നാ ലബ്ബ ചോദിക്കുന്നത്.
അതിൽ ശിർക്കില്ല എന്ന് നമ്മൾ പറയണേ. ലോകത്തുള്ള സർവ്വ വഹാബിയും പറയണേ അതിൽ ശിർക്കുണ്ട് എന്നാ. ഞാൻ നേരത്തെ ഇബ്നു ബാസിന്റെ ഉദ്ധരണി വായിച്ചു. ആ വിഷയത്തിൽ മുങ്കറും വസീലത്തുന്നില ഷിർക്ക്, ആ വിഷയം വിമർശിക്കപ്പെടേണ്ടതും ഷിർക്കിലേക്ക് എത്താൻ ബഅ്ദു അഹ്ലിൽ ഇൽമ് അത് ഷിർക്കാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നേരത്തെ ഇബ്നു ബാസ് പറഞ്ഞ ഉദ്ധരണി ഞാൻ വായിച്ചത്. അപ്പോ ചുരുക്കത്തിൽ ഈ നാരിയത്തു സ്വലാത്തിലും ഇസ്തിഗാസയിലും ഷിർക്കില്ല, വഫാത്തായ നബിയെ വിളിച്ച് സഹായം തേടലിലും ഷിർക്കില്ല എന്നാണ് ലബ്ബാദാരിമിയുടെ പക്ഷം. മുജാഹിദീങ്ങളെ നിങ്ങൾക്ക് ശിർക്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയോ? എന്നാ ലബ്ബയായിട്ട് സംവാദം നടത്തിയും. നിങ്ങൾക്കതിൽ ശിർക്ക് സുന്നികളായിട്ടല്ല സംവാദം നടത്തേണ്ടത്, വഹാബികൾ. ഞാൻ സക്കരിയാനോട് മാത്രമായി ചോദിക്കേണ്ടതുള്ളൂ നമുക്ക്. കാരണം മറ്റുള്ളവരെന്തായാലും ഇവരെ മുശ്രിക്കാക്കി പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. ആര്? ഔദ്യോഗിക വിഭാഗം. ഇവര് ശിർക്കിന്റെ പാളയത്തിലാന്ന് പറയുന്നു. പോട്ടെ, സക്കരിയ വിഭാഗം, സക്കരിയ സലാഹിയും അതുപോലെ തന്നെ മറ്റെന്താണ് ഫൈസൽ മൗലവിയും ഓരൊക്കെയാണല്ലോ ഇപ്പൊ ഇവരെ സ്റ്റാറുകൾ. ചോദിക്കുന്നു, ഇവരായിട്ട് സംവാദത്തിന് തയ്യാറുണ്ടോ? അല്ലെങ്കിൽ വിഷയത്തിൽ യോജിക്കുന്നുണ്ടോ? ഇസ്തിഗാസ വഫാത്തായ നബിയെ വിളിച്ച് സഹായം തേടൽ ശിർക്കല്ല എന്ന അഭിപ്രായത്തിലാണോ? ആണെങ്കിൽ അത് പറയാ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം അത് ശിർക്കാണ്. ലബ്ബയുടെ അനസുമായിട്ടല്ല നിങ്ങൾ സംവാദം നടത്തേണ്ടത്. ഇവിടെ ഈ വിഷയത്തില് അനസും കായക്കൊടിയായിട്ടൊന്നല്ല നിങ്ങൾ സംവാദം നടത്തേണ്ടത്. ഒന്നിരിക്കൽ സക്കരിയ സലാഹി പറയണം നമ്മൾ ലബ്ബയോട് യോജിക്കുന്നില്ല, ലബ്ബ ശിർക്കൻ പാളയത്തിലാണ് എന്ന് നിങ്ങൾ തുറന്നു പറയാ. അത് ഇപ്പോഴുള്ള സക്കരിയ സലാഹിയുടെ വിഭാഗം പറയണം. അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യണം? ഇത് അംഗീകരിക്കുന്നു എന്ന് പറയണം. രണ്ടിലൊന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ ലബ്ബാദാരിമിയുടെ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് സംവാദത്തിന് തയ്യാറാവുക. നാരിയത്തു സലാത്തിന്റെ വിഷയത്തിലും ഇസ്തിഗാസയുടെ വിഷയത്തിലും. എന്തായാലും ഇപ്പോ സക്കരിയാക്കളോട് കൂടെയാണ് കേരളത്തിലെ ആധുനിക സംഭവ വികാസങ്ങളും ഏകദേശ വിഗതികളൊക്കെ വിലയിരുത്തുമ്പോൾ സക്കരിയാക്കളോട് കൂടെയാണ് പൊതുജനങ്ങളിൽ വഹാബികളിൽ പൊതുവായിട്ടുള്ള ഒരു വലിയ ഒരു വിഭാഗവും സക്കരിയാക്കളോട് കൂടെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതിൽ രണ്ട് വിഭാഗം ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംവാദത്തിന് തയ്യാറാവുക. അല്ലെങ്കിൽ ഇസ്തിഗാസ ശിർക്കല്ല, നാരിയത്ത് സലാത്തിൽ ശിർക്കില്ല എന്ന് തുറന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അംഗീകരിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദ് മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കത് എന്റെ ക്ലിപ്പ് കേൾപ്പിക്കുന്നതിന്റെ ഇടയില് എന്റെ തുടക്കത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നിയാസ് എന്നൊരു ക്ലിപ്പ് അയച്ചു തന്നു. അത് ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ അത് ഓണായി കിട്ടുന്നില്ല, ഓപ്പൺ ആവുന്നില്ല, എന്താ അറിയില്ല. പിന്നെ അതിന്റെ ഇടക്ക് അല്ല, ഞാൻ ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്, ഈ ലബ്ബക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണോ സുഹൃത്തുക്കളെ? അതോ വെറുതെ നിങ്ങൾ പറയാണോ? അടി കിട്ടിക്കണ ശരി തന്നെ? ഉറപ്പാ നിങ്ങൾ കണ്ടുക്കണ? എന്നാ നമുക്ക് അത് എന്ത് ചെയ്യണം? നമുക്ക് പ്രതിഷേധിക്കണം. അങ്ങനെ ഒരു വയസ്സുകാലത്ത് വെയ്യാത്തൊരു മനുഷ്യനായ അതന്നെ അയാൾക്ക് സുഖമില്ലാത്ത ഒരാളാണ്. അവരൊക്കെ തല്ലാന്ന് പറഞ്ഞാൽ എസ് കെക്കാരെ പണിയാവും. അത് പാവല്ലേ, അതൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അതെന്താണെങ്കിലും അത് ആശയപരമായിട്ട് ലബ്ബ മൗലവിനെ നേരിടാൻ അവർക്ക് സാധ്യമല്ല എന്നതിന്റെ തെളിവാണ്. അത് തച്ചതാര അൻവർ അഹമ്മദിന്റെ ആൾക്കാരാ തച്ചത്. അൻവർ അഹമ്മദ് ഇവിടെ ഉണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അൻവർ അഹമ്മദ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അൻവർ അഹമ്മദിന്റെ ആൾക്കാരാണോ തച്ചത്? കണ്ട എന്താണ് അൻവർ അഹമ്മദ്, എന്ത് പണിയാ! ആ വയസ്സുകാലത്ത് ചോദിച്ചതിന് മറുപടി പറഞ്ഞു കൊടുത്താ പോരെ? മനസ്സിലായോ? അയാൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു കൊടുത്താ. പിന്നെ അയാള് പറഞ്ഞത് അതെ നമ്മള് ശക്തമായി SGP ശക്തമായി അതിൽ പ്രതിഷേധിക്കുന്നു. അതാണ് നമുക്ക് ഒന്നാമത് പറയാനുള്ളത്. പ്രായം ചെന്ന ആ മനുഷ്യനെ തല്ലുകയാണെങ്കിൽ ഞങ്ങൾ തല്ലണ്ടേ? കാരണം ഇതീ വന്നിട്ട് ഇതീ മിക്കവാറും ദിവസങ്ങളിൽ നിന്ന് അറിയും പോലെ സ്ഥിരമായി ഇതീ വരുന്ന ആളാണ് പിന്നെ ലബ്ബാദാരിമി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ എല്ലാ സിഫത്തുകളിലും അള്ളാഹുവിനോട് ശിർക്ക് പങ്കുചേർത്തവരാണ് എന്നൊക്കെ വാദിച്ച് ഞങ്ങളെയൊക്കെ എല്ലാവരെയും, പ്രത്യേകിച്ചും ഞങ്ങളെ AP വിഭാഗത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹം മുശ്രിക്കാന്ന് പറഞ്ഞ് ഇവിടെ പലപ്പോഴും സംവാദം നടത്തിയിട്ടുള്ള ആളാണ് ലബ്ബാദാരിമി എന്ന് പറയുന്നത്. ലബ്ബാദാരിമി അല്ല, അസ്തഗ്ഫിറുല്ലാഹ്, അല്ല ഞാൻ തെറ്റിപ്പോയതാണ്. പിന്നെ ലബ്ബ മൗലവി
ഇപ്പൊ ലിങ്ക് അടിക്കരുത് കള്ളിയത്തൽ റീഫ്. ചർച്ച നടക്കുമ്പോൾ നമ്മൾ ആവശ്യമല്ലാത്ത അനിവാര്യമല്ലാത്ത അതടിച്ചാൽ അതുകൊണ്ടുള്ള രണ്ട് തലത്തിലുള്ള കുഴപ്പമുണ്ട്. ലിങ്ക് അടിക്കുന്ന ആളുകൾ, അതുപോലെ പരസ്യം അടിക്കുന്നവരൊക്കെ പൊതുവെ നമ്മുടെ പ്രവർത്തകർ ഒന്ന് എന്താ പറയാ ചിന്തിക്കണം എപ്പോഴും. അടാ ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നുള്ളത്. പിന്നെ അപ്പൊ അദ്ദേഹം അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മുശ്രിക്കാക്കുന്നു എന്ന് പരാതി പറഞ്ഞത് അത് നമ്മളെ സുന്നികളെ മുശ്രിക്കാക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സുന്നികളെ മുശ്രിക്കാക്കാൻ മൂപ്പര് മുമ്പിലുണ്ടാവുന്നുണ്ടല്ലോ. മൂപ്പരും ഈ റൂമിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും അത് പറഞ്ഞിട്ടുമുണ്ട്. ശിർക്കാണ് നിങ്ങൾ ചെയ്യണത്, കടുത്ത ശിർക്കാണ് ചെയ്യണതെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത് അവരുടെ ജിന്ന് വിഭാഗത്തെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പണ്ടേ പറഞ്ഞതുപോലെ മുജാഹിദ് വിഭാഗത്തിലെ ദളിത് വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം രൂപം കൊണ്ടിട്ടുണ്ട്. ദളിത് മുജാഹിദുകൾ എന്നാണ് അവർക്ക് പറയാം. ദളിത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മാതിരി ക്രിസ്തുമതത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ആളുകൾക്ക് സംഘടനയും അവരുടെ സംവിധാനവും ഒക്കെ ഉണ്ട്. ദളിത് ക്രിസ്ത്യാനികൾ എന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. എന്നതുപോലെ മുജാഹിദ് വിഭാഗത്തിലേക്ക് മറ്റ് പലതും കണ്ടുപോയ ചില ആളുകളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. മാത്രമല്ല അതിന്റെ ഒരു നേതാവായിട്ടാണ് നമ്മളിപ്പോ എന്ത് ചെയ്യണത്, ലബ്ബ മൗലവിയെ ഇപ്പൊ കാണുന്നത്. മനസ്സിലായില്ലേ? ചിലരൊക്കെ ഫൈസലും ദളിതാണ്. അപ്പൊ ഈ ദളിത് മുജാഹിദുകളുടെ ആ ഗ്രൂപ്പിന്റെ നേതാവായിട്ടാണ് നമ്മൾ ലബ്ബ മൗലവിയെ കാണുന്നത്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് മൂപ്പര് സുന്നിയായോന്ന്. സുന്നിയായിട്ടൊന്നുമില്ല. സുന്നിയായിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ SGBയിൽ വന്നിട്ട് സുന്നികൾക്കെതിരിൽ അദ്ദേഹം സംസാരിക്കൂലല്ലോ. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രയാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്, ആദ്യം ഈ കായക്കോടിന്റെ കൂടെ അഥവാ ഔദ്യോഗിക വിഭാഗം എന്ന് പറയപ്പെടുന്ന പല്ലൂരി ഗ്രൂപ്പിന്റെ കൂടെ എന്ത് ചെയ്ത് കൂടിയിട്ട് അദ്ദേഹം ഒരു സംവാദമൊക്കെ നടത്തി നോക്കി. അവിടെ വലിയ അതൊന്നും കിട്ടണില്ല എന്ന് കണ്ടപ്പോഴാണ് എന്ത് ചെയ്തത്, പതുക്കെ ജിന്നിന്റെ ഭാഗത്തേക്ക് കൂടിയത്. പക്ഷെ ജിന്നുകളുടെ ഇടയിലും മൂപ്പർക്ക് വലിയൊരു പിടുത്തം കിട്ടണില്ല എന്നാണ് അടുത്ത കാലത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ അൻവർ അഹമ്മദിനെ അറിയായിരിക്കും. അൻവർ അഹമ്മദൊന്നും മൈക്കെടുത്ത് പറഞ്ഞാൽ തിരക്കുണ്ടായിരുന്നില്ല നിങ്ങളുടെ നിലപാട് എന്താന്നുള്ളത് കേട്ടാ. പിന്നെ അദ്ദേഹത്തിന് ഒരു തൂക്കം ഞാൻ കുറെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്, സുന്നി വിഭാഗത്തെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ എപ്പോഴും AP വിഭാഗത്തെ മാത്രമാണ് അദ്ദേഹം വിമർശിക്കാറുള്ളത്. അപ്പൊ ഏതാണെങ്കിലും തന്നെ പോലുള്ള ഉള്ളിൽ പുത്തനാശയം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കുറെ ആളുകളുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ സുന്നിയുടെ പേരിൽ, അവിടെ ഒരു സീറ്റ് കിട്ടുമോ എന്നുള്ള കാരണം പ്രത്യേകിച്ചും അവിടെ ചേളാരികളിട്ട കസേരൊക്കെ അവിടെ കാര്യമായിട്ട് കിടക്കുകയാണ്. ഒരാളങ്ങോട്ട് ചെന്നിട്ടുമില്ല. അപ്പൊ കുറച്ചൊരു വണ്ണും വടിയും താടിയൊക്കെ ഉള്ള തലക്കെട്ടൊക്കെ ഉള്ള ഒരാളെ കിട്ടിയാൽ ഇപ്പൊ അവർക്കതൊരു കാര്യമാകുകയും ചെയ്യും. അപ്പൊ അവിടെ വല്ലതും കിട്ടുമോ എന്നുള്ള നിലക്കാണോ ഈ മലക്കം മറിച്ചില് എന്ന് എനിക്ക് ഒരു സംശയമാണ് കേട്ടോ. എൻ്റെ ഒരു ചെറിയ നിരീക്ഷണമാണ്. അതാണിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏതാണെങ്കിലും അത് ബാക്കിയുള്ളതും കൂടി കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാം എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് പയ്യോളി ഉസ്താദിനെ പ്രതികരിക്കും. ഇപ്പോ അടി കിളിപ്പുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം വെച്ചാൽ അങ്ങനെയുള്ളത് തല്ലിപ്പോ നടക്കാൻ പോകാലോ. അടിയാണ് നടന്നോട്ടെ. പിന്നെ നമുക്ക് കേൾക്കുമ്പോ അതല്ലേ നല്ലത് അല്ലേ? നിയാസ് പറഞ്ഞ അടി കിട്ടുന്ന ക്ലിപ്പ് വെക്കണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പയ്യോളി ഉസ്താദിന്റെ അഭിപ്രായം പോലെ ചെയ്യാം. ഉസ്താദാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാ അതൊന്നാണ്ട് കേട്ടിട്ടേ നമുക്ക് സൂറത്തുന്നാസ് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാലോ. അൽബക്കറ ഫാത്തിഹ മുതൽ അവിടുന്ന് ഇങ്ങോട്ടാവണമെന്നില്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പോകാലോ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഏതായാലും അടിക്ലിപ്പ് വെക്കും ഉസ്താദെ. അടിക്ലിപ്പിലേക്ക് തന്നെ വന്നോട്ടെ. നിയാസ് വെക്കും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഉസ്താദെ നമ്മളെ അൻവർ താഴത്തുണ്ടല്ലോ,
അൻവർ ലബ്ബന്റെ ആളാണല്ലോ, ഇതുവരെ അൻവർ ലബ്ബന്റെ ആളാണല്ലോ. എന്നാൽ കുറച്ചെങ്കിലും ഒരു തലക്ക് തൂക്കേണ്ട അൻവറെ മൈക്കിൽ വന്നിട്ട് പറയണ്ടേ നിങ്ങൾ ലംബന്റെ കൂടെ ഉണ്ടോ അല്ല ലംബന്റെ പരിധിക്ക് പുറത്തായിട്ടുണ്ടോ എന്ന്. അത് പറയാനുള്ളൊരു മര്യാദ, ഒരു മാന്യത, ഒരു നാട്ടലും നിങ്ങൾ കാണിക്കണ്ടേ. അല്ലാണ്ട് ഉളുപ്പില്ലാണ്ട് താഴത്ത് പോയി കുത്തിരിക്കാൻ വേണ്ടി അയ്യയ്യേ മാനക്കേട്. കാരണം ലബ്ബാ മൗലവി പറയണ നിങ്ങൾ കേട്ടില്ലേ, ഇസ്തിഹാസയിൽ ശിർക്കില്ല, ഇസ്തിഹാസ ശിർക്കല്ല. ലബ്ബാ മൗലവി പറയാണ് ഇസ്തിഹാസയില് യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിനി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലക്കുന്ന് വഫാത്തായ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ അത് ശിർക്കല്ല എന്നാണ് ലബ്ബ പറയണത്. കേട്ടില്ലേ? നാരിയത്തു സലാത്തില് ഇതിന്റെ ഇടയിലൊക്കെ ലബ്ബക്ക് അങ്ങനെ വാദമില്ല, ലബ്ബക്ക് അങ്ങനെ വാദമില്ല എന്നൊക്കെ നിങ്ങൾ 10,000 വട്ടം പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ ചോദിക്കണു, ഇപ്പൊ ലബ്ബ വെല്ലുവിളിച്ച് പറയണു നാരിയത്ത് സ്വലാത്തിന് ശിർക്കില്ല എന്ന് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട്. ഇനി ഉണ്ടെന്ന് തെളിയിച്ചു തരേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്നാ. നിങ്ങൾ അംഗീകരിക്കണ്ടോ നാരിയത്ത് സ്വലാത്തിന് ശിർക്കില്ല? അംഗീകരിക്കണ്ടോ അൻവറെ? ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നിട്ട് പറയും. ലബ്ബന്റെ കൂടെയാണോ അല്ല ലബ്ബന്റെ പരിധിക്ക് പുറത്താണോ നിങ്ങൾ? ആരോട് കൂടെ? ഇപ്പൊ മുജാഹിദിനോട് ചോദിക്കാൻ വയ്യ. സത്യത്തിന് പുറത്തൊരു ഉസ്താദ് നേരത്തെ അടിച്ച ആ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് വളരെ ബെസ്റ്റാണ്. അൻവർ വന്നിട്ടുണ്ട്, അവിടെയും ഇവിടെയൊക്കെ ഇപ്പൊ പുകച്ചല് തട്ടി കിടക്കുകയാണ് മുജാഹിദീങ്ങള്. വഹാബികളാകെപ്പാടെ ഇപ്പൊ അൻവർ മൈക്കെടുത്താൽ ഈ വിഷയം പറയില്ലല്ലോ. അൻവർ ഇപ്പൊ പറയാൻ തരുമോ? അമ്മു മുടി എന്നാ പറയും. നിങ്ങൾ കണ്ടോ? അൻവർ ഈ വിഷയത്തിൽ പറയൂല, മുണ്ടാട്ടുണ്ടാവില്ല അൻവറിന്. അൻവറിന് ഇപ്പൊ അമ്മു മുടി കേട്ടോളി കേട്ടോ. ഞാൻ വെറുതെ പറയുന്നില്ല, കേട്ടോളി. മൈക്ക് അൻവർ എടുത്ത അൻവർ പറയാതായിരിക്കും. അല്ലാതെ അൻവറിന് നാരിയത്ത് സ്വലാത്തിൽ ശിർക്കുണ്ട് എന്ന് പറയാനുമുള്ള നട്ടല്ലില്ല, ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയാനുള്ള നട്ടല്ലില്ല. അതുപോലെ തന്നെ ഇയാള് പിന്നെ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തായി എന്ന് പറയാനുള്ള നട്ടലും അൻവർ കാണിക്കൂല ലബ്ബ മൗലവി.